എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. പക്ഷെ പൊതുവേ ഒരു അഭിപ്രായമുണ്ട് ടീച്ചേഴ്സിനെ കുറിച്ച്. അവരൊന്നും പഠിക്കുന്നില്ല, അവർ സബ്ജക്റ്റ് മാത്രമേ അവർ പഠിക്കുള്ളൂ എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ ഞാൻ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഒരുപാട് ടീച്ചേഴ്സ് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാലോ, നിങ്ങളെക്കാളൊക്കെ പ്രായം കുറവാണ്. അപ്പോൾ എന്നെ ശരിക്കും ഞെട്ടിക്കുന്ന കാര്യമാണ്, നിങ്ങൾ ഈ പ്രായത്തിലും ഓൾറെഡി ടീച്ചറാണ്, വീണ്ടും പഠിക്കാനൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ TTC ആണ് ആർമി സ്കൂളിൽ. ആർമി സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറത്ത് കാണുന്ന സ്കൂളല്ല, ഉള്ളിൽ ടെൻഷൻ മുഴുവൻ ഈ ആർമി പട്ടാള ചിട്ടയാണ്. അപ്പൊ അവിടുന്ന് ഞാൻ BA MA സ്വന്തം പ്രൈവറ്റ് ആയിട്ട് തന്നെ പഠിച്ചത്. എല്ലാം അതുകൊണ്ട് ഇപ്പോഴും ഞാൻ സിസ്റ്റമാറ്റിക് ആണ് എന്റെ കാര്യം. പക്ഷെ സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോഴില്ല എൻ്റെ വേറൊരു വേൾഡ്. ഞാൻ നോക്കുമ്പോ പൊതുവെ എല്ലാവരും എന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ടീച്ചർ, അങ്ങനെ ഇങ്ങനെ എല്ലാം സിസ്റ്റമാറ്റിക് ആയി പോകുന്ന ഞാൻ. അപ്പൊ ഞാൻ നോക്കുമ്പോ സാറിന്റെ അടുത്ത് വന്നപ്പോ ഉണ്ടല്ലോ ആ ടൈം ടേബിൾ, ഞാൻ അതിലെ പല കാര്യങ്ങളും സത്യം പറഞ്ഞ കോപ്പി അടിച്ചു കൊണ്ടിട്ട് എന്റെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. ടൈം ടേബിൾ, ടു ഡു ലിസ്റ്റ്. ഞാൻ ഇത് എന്റെ ഒരു ഗുരു പറഞ്ഞു തന്നതാണ് എനിക്ക്. മാമിന് എവിടെ ഇങ്ങനത്തെ ഒരു ടൈം ടേബിൾ പെട്ടെന്ന് കിട്ടിയെന്ന് അവർ ചോദിച്ചത്. അവർക്കൊക്കെ ഇപ്പൊ വേണം. ഞാൻ ഏതായാലും നിങ്ങളെ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്, എല്ലാവർക്കും ചേരേണ്ടത്. പിന്നെ നിങ്ങളുടെ പാരന്റ്സിനോടൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷെ ഇതെനിക്ക് കിട്ടിയിരിക്കുന്നത് എന്റെ ഗുരുനാഥിൽ നിന്നാണ്. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും എഴുതിക്കൊണ്ടിട്ടുണ്ട് എങ്ങനെ ലിസ്റ്റ് ടിക്ക് ചെയ്യണം, എവിടെ എന്ത് ചെയ്യണം. അതിന് സച്ചിൻ സാറിന് ഹാറ്റ്സും വേറൊന്നും പറയണ്ട. അതിനോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, എന്താണ് ഫ്യൂച്ചർ ഗോൾ? ചെറുതുപോലെ ഒരു ആർട്ട് എക്സിബിഷൻ ആണ് വിചാരിക്കാൻ പറഞ്ഞിട്ടില്ല സാറേ. ഒരു ആനന്ദം മാത്രം, ഹാപ്പിനെസ് മാത്രം വിചാരിച്ച് ജോയിൻ ചെയ്ത ഞാൻ ഗോൾ സെറ്റ് ചെയ്തപ്പോ ആർട്ട് എക്സിബിഷനിലേക്കാണ് സാറ് പറഞ്ഞത്. പിന്നെ സാറിന്റെ അടുത്തടുത്ത ക്ലാസ്സുകളും മീറ്റിംഗും കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചാൽ എന്തുകൊണ്ട് നമ്മൾക്ക് ഒരു കമ്മീഷൻ വർക്ക്, കമ്മീഷൻ വർക്ക് എത്തണമെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് ഗോൾ നമ്മൾക്ക് എത്തിപ്പിടിക്കണ്ടേ. ഇതാണ് ഫസ്റ്റ് ഗോൾ. അപ്പോൾ ആ ഒരു ഗോൾ ഒന്ന് സെറ്റ് ചെയ്തോ. ആ സ്വപ്നം മനസ്സിലോട്ട് കൊണ്ടുവരാൻ ഞാനൊരു എക്സിബിഷൻ ചെയ്യാൻ പോകാമെന്ന് വിചാരിക്കുക. അതിനുവേണ്ടി വേറെ ഒന്നും ചിന്തിക്കണ്ട. എക്സിബിഷൻ എങ്ങനെ ചെയ്യും, എവിടെ ചെയ്യും, എപ്പോഴാണെന്നൊന്നും ചിന്തിക്കേണ്ട. പക്ഷെ അതിനുവേണ്ടി ഞാനൊരു ഫസ്റ്റ് ചിത്രം ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചിത്രം ഒന്ന് മനസ്സിലൊന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങിക്കോളും. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, മനസ്സിൽ പ്ലാൻ ചെയ്യാന്നുള്ളത്. ഈ ഒരു 2 മാസം കൊണ്ട് ഇത്രയൊരു ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ 3-ാമത്തെ മാസം എന്ത് തന്നെയായാലും എനിക്ക് സാറിന്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് എനിക്ക് ഉറപ്പാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ അതിനൊരു വെറും ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ചേർന്നൊരു ക്ലാസ്. എന്റെ മെന്റലി ഹാപ്പിനെസ് അല്ല. ഇപ്പൊ എനിക്കൊരു എക്സിബിഷൻ ഒരു ഗോൾഡ് മുന്നിൽ വന്ന് സാർ ഇങ്ങനെ പറഞ്ഞ് ഓരോ ക്ലാസ്സിൽ തരുന്ന ഒരു ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഇതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആ ക്ലാസ് അതെങ്ങനെ സാറ് പ്രിപ്പയർ ചെയ്തു, അതിന് ഏറ്റവും ബെസ്റ്റ് ഐഡിയ. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ യാത്ര അടുത്തെറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം കോൺഫിഡൻസ് അച്ചീവറായിട്ട് മാറിയിട്ടുള്ള അനിതകുമാരി മാം ഉണ്ട്. നമുക്ക് മാമിൻ്റെ അടുത്ത് ഓൺലൈനിലൂടെ ആർട്ട് പഠിച്ച് എങ്ങനെയാണ് ഡ്രോയിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്തത് ഉള്ള ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാനായിട്ട് സാധിക്കും. ആദ്യമേ തന്നെ കൺഗ്രാജുലേഷൻസ് ആൻഡ് വെൽക്കം. താങ്ക് യു സർ. യെസ്, എനിക്ക് ആദ്യം അറിയേണ്ടത് മാം എന്തുകൊണ്ടാണ് ഓൺലൈനിലൂടെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട്, ആർട്ട് പഠിക്കാനായിട്ട് തീരുമാനിച്ചതിന്റെ റീസൺ എന്താണ്? പ്രധാനമായിട്ടും വർക്കിലെ ടെൻഷനും വീട്ടിലുള്ള ടെൻഷനും എല്ലാം കൂടി ആയിട്ട് ഡിപ്രസ് അടിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കാണുന്നത്. സച്ചിൻ സാറിന്റെ വേറൊരു വീഡിയോസ് ഒന്നും കണ്ടിട്ടൊന്നുമില്ല, സാറിനെ പറ്റി അറിയില്ല. പക്ഷെ ആർട്ടിനോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട് കുഞ്ഞുനാളേ തൊട്ടിട്ട്. പക്ഷെ ഇതുവരെ ആരെ കീഴിലും പഠിച്ചിട്ടും ഇല്ല. ചെറിയ കാലത്തും ആരും നമ്മളുടെ ആ ടാലന്റ് കണ്ടറിഞ്ഞിട്ടും ഇല്ല. സ്കൂളിലൊന്നും അതിനൊരു ഇത് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ആ ടെൻഷൻ മാറാൻ ഞാൻ വിചാരിച്ചു ഈ ആർട്ടിലേക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ കഴിഞ്ഞ ഒക്ടോബർ ലാസ്റ്റ് പൂജ ഹോളിഡേസ് ടൈമില് 27th ജസ്റ്റ് ഞാൻ ഇൻസ്റ്റൊന്നും അങ്ങനെയൊന്നും അധികം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ. മിക്കപ്പോഴും എന്തെങ്കിലും റീഡിങ്, റൈറ്റിംഗ് അല്ലെങ്കിൽ സ്കൂൾ വർക്ക്സ്, മീൻസ് ഒരു കംപ്ലീറ്റ്ലി സ്കൂൾ വർക്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒന്ന് നോക്കുമ്പോഴത്തേക്ക് അഡ്വർടൈസ്മെന്റ് കാണുന്നത്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ചേർന്നുകൂടാ. സാറിനെ പറ്റി ഒന്നും അറിയാണ്ട് ഞാൻ ഓൾ ഓഫ് എ സഡൻ എടുത്ത തീരുമാനം ഓൾ ഓഫ് എ സഡൻ ജോയിൻ ചെയ്തു. പക്ഷെ ജോയിൻ ചെയ്ത് 27 നാട്ടിൽ നിന്നാണ് ജോയിൻ ചെയ്തത്. കണ്ണൂര് കൊയിലാണ്ടിയാണ് എന്റെ നാട്. കണ്ണൂര് വന്ന് ഫസ്റ്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോ ഞാൻ ആകെ വണ്ടർ അടിച്ചു പോയി. ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എത്തിപ്പെട്ടത്
കറക്റ്റ് പ്ലേസിലാണ് എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ചേർന്ന് ആ ഒരു 1 വീക്ക് കൊണ്ട് തന്നെ എനിക്ക് തോന്നി ഇത് വളരെ എന്റെ അറിയാതെ തന്നെ ഞാൻ ആകെ മാറുകയാണ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി. എന്റെ മറ്റെപ്പോഴും എനിക്ക് ടെൻഷൻ ആയിരുന്നു, ഇതെന്താ എത്ര വർക്കാണ് എനിക്ക് തരുന്നേന്നുള്ള. അല്ല ഞാനിങ്ങനെ ടൈം ടേബിള്, അത് തന്നെ മെയിൻ കാരണം സാറിന്റെ ഹാർട്ടിന്റെ വെൽനസ് ക്ലാസ്, ആ വീഡിയോ ഞാൻ ആദ്യം വിചാരിച്ചു എവിടെ നിന്ന് കാണണമെന്ന് എനിക്ക് അറിയുന്നില്ലായിരുന്നു. അപ്പൊ ഫസ്റ്റ് ലെസണിൽ സ്റ്റാർട്ട് ചെയ്തു, ആ എക്സ്പീരിയൻസിലൂടെ പോകുമ്പോൾ തന്നെ വളരെ ഇംപ്രസ്ഡ് ആയി. അത് കഴിഞ്ഞ് വെൽനസ് ക്ലാസ്സിൽ എത്തിയപ്പോൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വിത്തിൻ ദി 2 മന്ത്സിലുള്ള ഇമ്പ്രൂവ്മെന്റ് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് കറക്റ്റ് ഒരു 1 hour ഞാൻ ചെയ്യുന്നുള്ളൂ വർക്ക്. കാരണം എനിക്ക് ബാക്കി ടൈം സ്കൂള് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യണല്ലോ. അപ്പൊ 1 hour ഞാൻ ആ ചെയ്തുള്ള ഇമ്പ്രൂവ്മെന്റ് കണ്ടിട്ടുണ്ട്. ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. കാരണം നമ്മൾക്ക് പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്നല്ലേ പറയുന്നത്, അത് വളരെ വ്യക്തി. പിന്നെ സാറിന്റെ ഡെഡിക്കേഷൻ, ഞാൻ എപ്പോ വിചാരിക്കും പൊതുവെ ഞാൻ സ്കൂളിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ഉള്ള ടീച്ചർ, അതുകൊണ്ട് വർക്ക് ലോഡ് കൂടുതലാണ്. പക്ഷെ ഞാൻ വിചാരിക്കും സാറിന്റെ മുന്നിലൊക്കെ ഒന്നുമില്ല ഞാനൊന്നും. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സാറ്, ഞാനിങ്ങനെ സ്കൂളിൽ പോയാൽ എപ്പോ എനിക്ക് ആർട്ട് ക്ലാസ്സിനെ കൊണ്ട് പറയാനേ ഉള്ളൂ. അപ്പൊ ഒരുപാട് ടീച്ചേഴ്സ് വരയ്ക്കാൻ കഴിവുള്ളവർ ഒരുപാട് പേര് പിന്നോട് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ ഒരു തുടങ്ങി കിട്ടണമെങ്കിൽ നമുക്കൊരു ടൈം, നമ്മൾ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ടൈം ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന അവരോട് പറഞ്ഞു കൊടുത്തത്. പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ എന്താ വെച്ചാൽ എന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ എനിക്ക് പൂർത്തിയാക്കും. പക്ഷെ അതിന്റെ ഇടയ്ക്ക് സ്കൂൾ വന്നിട്ട് ഇടയ്ക്ക് ക്ലാഷ് ആക്കി കളയുന്നുണ്ട്. കറക്റ്റ് ഒരു ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്തു സാറ് പറഞ്ഞ പ്രകാരം. പിന്നെ നമ്മളെ പൊമാഡോറോ ഇതൊക്കെ നോക്കിയിട്ട് ടു ഡു ലിസ്റ്റ് വെച്ച് നല്ല വൃത്തിക്കുള്ള ടൈം ടേബിൾ തുടങ്ങി. അതിനകത്ത് കൃത്യമായി നല്ലൊരു ഒഴുക്കിൽ പോകുമ്പോഴാണ് പെട്ടെന്ന് പ്രിൻസിപ്പൾ പറയുന്നത്, ഈ പ്രാവശ്യം പരീക്ഷ മാർച്ചിലുള്ളത് ഫെബ്രുവരിയിലേക്ക് ആക്കുന്നു. കംപ്ലീറ്റ്ലി പൊളിഞ്ഞു. കാരണം എന്ന് വെച്ചാല് ഡെയിലി നമ്മൾക്ക് റീടെസ്റ്റ് വേണം, കുട്ടികൾക്ക് ടെസ്റ്റുകൾ വേണം, റിവിഷൻ ടെസ്റ്റുകൾ വേണം. അപ്പൊ ഒരു ക്ലാസ്സിൽ 30 4 എന്ന് പറയുമ്പോൾ ഒരു 120 പേപ്പർ ഡെയിലി കിട്ടുക. അപ്പൊ ഫുൾ പൊളിഞ്ഞ് കറക്റ്റ് ഞാനൊരു 75 പിക്ചർ ഞാൻ കണ്ടിന്യൂസ് പോയതാണ്. സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം 75 പിക്ചേഴ്സ് എനിക്ക് വരയ്ക്കാൻ പറ്റി. അതിൽ നിന്ന് പെട്ടെന്നൊരു ബ്ലോക്ക് വരാൻ എനിക്ക് ഈ അത്. പക്ഷെ പിന്നെ ഞാനൊരു അന്ന് ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു, അതിന്റെ റീസൺ ഞാൻ അയച്ചിരുന്നു, ഈ ഒരു പ്രശ്നം വീണ്ടും ഞാൻ രണ്ടാമതൊക്കെ തട്ടിക്കുട്ടി മാറ്റിയിട്ട് വീണ്ടും ഒരു ടൈം ടേബിൾ സെറ്റ് ആക്കി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ സാറിനോട് തന്നെ നന്ദി പറഞ്ഞു വെക്കുള്ളൂ. പിന്നെ ടേബിള് ആർട്ടിനായിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ടേബിള് ചെയ്യാനുള്ള മനസ്സ് വേഗം വരുന്നുണ്ട്. ഒരു അരമണിക്കൂർ പോയിട്ട് 10 മിനിറ്റ് കിട്ടിയാലും പെട്ടെന്ന് ഓടി വന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ടേബിൾ അങ്ങനെ സെറ്റപ്പ് ചെയ്തപ്പോ. പിന്നെ ബുക്സ് ഇപ്പൊ തീരുന്ന മെറ്റീരിയൽസ് നോക്കി നോക്കി കൂടുതലായിട്ട് ഞാൻ അഡ്വാൻസ് ഒന്നും വാങ്ങിയിട്ടില്ല. കാരണം എന്റെ ലെവലിൽ എനിക്കറിയാം ഏകദേശം 3 to 4 വരാൻ പോകുന്ന പോലത്തെ ലെവലാണ്. ആ 4 ഇപ്പൊ എത്തി വരുന്നുണ്ട്. പക്ഷെ ഒരുപാട് ഡൗട്ടുകൾ എനിക്കുണ്ട് ആ 4ൽ നിന്ന് സ്മഡ്ജിങ്ങിനെ പറ്റിയൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ ലെവലിലെത്തി എനിക്ക് തോന്നി ഈ ഒരു 2 മാസം കൊണ്ട് ഇത്രയൊരു ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ 3ാമത്തെ മാസം എന്ത് തന്നെയായാലും എനിക്ക് സാറിന്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് എനിക്ക് ഉറപ്പാണ് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ അതിനൊരു വെറും ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ചേർന്നൊരു ക്ലാസ്, എന്റെ മെന്റലി ഹാപ്പിനെസ് അല്ല. ഇപ്പൊ എനിക്കൊരു എക്സിബിഷൻ ഒരു ഗോളിന് മുന്നിൽ വന്ന് സാർ ഇങ്ങനെ പറഞ്ഞ് ഓരോ ക്ലാസ്സിൽ തരുന്ന ഒരു ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരിക്കലും ഇതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി എന്തുകൊണ്ട് കമ്മീഷൻ വർക്കൊക്കെ നമുക്കും ചെയ്തുകൂടാ എന്നുള്ളൊരു മെന്റാലിറ്റി. കാരണം അതുവരെ അതൊന്നും എന്റെ മനസ്സിലില്ല, അങ്ങനെയുള്ള ഒരു ഇതും ഇല്ല. വെറും എനിക്ക് എന്റെ മനസ്സിന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വേയിലൂടെ കൊണ്ടുപോയിട്ട് എങ്ങനെ എനിക്ക് ആനന്ദം കണ്ടെത്താം ഈ വർക്ക്, ലോഡ് ഓഫ് വർക്കിനിടയ്ക്ക് അത് എനിക്ക് കിട്ടി തുടങ്ങി. നല്ല ഹാപ്പി ആയിട്ട് ഞാൻ മാറി. പിന്നെ ഇതിന്റെ മുന്നേ തന്നെ ഞാൻ ഭഗവത്ഗീത ക്ലാസ് ബുക്ക് ചെയ്ത് പോയിരുന്നു. അതും ഇപ്പൊ ഇതിനോടൊപ്പം നടന്നുകൊണ്ട് രണ്ടും കൂടിയപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഏത് സബ്ജക്ട് പഠിപ്പിക്കുന്നത്? ഞാന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാന് ചേരുമ്പോ TTC കഴിഞ്ഞിട്ടായിരുന്നു ചേർന്നത്. അപ്പൊ ഹിന്ദി ഒഴിച്ച എല്ലാ സബ്ജക്റ്റും പഠിക്കും. ഇപ്പൊ ഞാൻ MA BEd ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഹിന്ദിയില്. മെയിൻ സബ്ജക്ട് ഇപ്പൊ ഹിന്ദിയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പൊതുവേ എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. പക്ഷെ പൊതുവേ ഒരു അഭിപ്രായമുണ്ട് ടീച്ചേഴ്സിനെ കുറിച്ച്, അവരൊന്നും പഠിക്കുന്നില്ല, അവർ സബ്ജക്റ്റ് മാത്രമേ അവർ പഠിക്കുള്ളൂ എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ ഞാൻ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഒരുപാട് ടീച്ചേഴ്സ് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാലോ, നിങ്ങളെക്കാളൊക്കെ പ്രായം കുറവാണ്. അപ്പോൾ എന്നെ ശരിക്കും ഞെട്ടിക്കുന്ന കാര്യമാണ്, നിങ്ങൾ ഈ പ്രായത്തിലും ഓൾറെഡി ടീച്ചറാണ്,
വീണ്ടും പഠിക്കാനൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ നോക്കിക്കാണുന്നത്? ഇവിടെ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് പുറത്തു പോയിട്ട് വീണ്ടും നമ്മുടെ ടീച്ചറായി മാറുന്നുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിനെ ടോട്ടലി എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വളരെ ഒന്നും അത് മാത്രല്ല സാർ, ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ ഞാനിപ്പം ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ TTC ആണ് ആർമി സ്കൂളിൽ. ഉം. ആർമി സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറത്ത് കാണുന്ന സ്കൂളല്ല, ഉള്ളിൽ ടെൻഷൻ മുഴുവൻ ഈ ആർമി പട്ടാള ചിട്ടയാണ്. ഉം. പുറത്തുള്ള ഒരു സമയം പൊളിറ്റിക്കൽ ഒരു ലെവലും നമ്മൾക്ക് ഇൻഫ്ലുവൻസ് അല്ല. ആരും അതായത് സോഷ്യലി അവരൊരു വേറൊരു വേൾഡിലാണ് അവിടുത്തെ കുട്ടികളും ഒക്കെ. അപ്പൊ അവിടുന്ന് ഞാന് BA MA സ്വന്തം പ്രൈവറ്റ് ആയിട്ട് തന്നെ പഠിച്ചത്. B.Ed മാത്രമേ അവരെനിക്ക് ലീവ് തന്നുള്ളൂ. ആ ഉം. പഠിച്ചിറങ്ങിയ എനിക്ക് എല്ലാം അതുകൊണ്ട് ഇപ്പോഴും ഞാൻ സിസ്റ്റമാറ്റിക് ആണ് എന്റെ കാര്യങ്ങൾ. പക്ഷെ സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോണ്ടല്ല എൻ്റെ വേറൊരു വേൾഡ്. ഞാൻ നോക്കുമ്പോ ഞാൻ പൊതുവെ എല്ലാവരും എന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ടീച്ചർ അങ്ങനെ ഇങ്ങനെ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നതാണ് ഞാൻ. അപ്പൊ ഞാൻ നോക്കുമ്പോണ്ട് സാറിന്റെ അടുത്ത് വന്നപ്പോ ഉണ്ടല്ലോ ആ ടൈം ടേബിൾ, ഞാൻ അതിലെ പല കാര്യങ്ങളും സത്യം പറഞ്ഞ കോപ്പി അടിച്ചു കൊണ്ടിട്ട് എന്റെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. ടൈം ടേബിൾ, ടു ഡു ലിസ്റ്റ്, ചില കുട്ടികൾ സീരിയസ് ആയിട്ട് എഴുതി അങ്ങനെ തന്നെ പഠിക്കുന്നുണ്ട്. അതായത് നമ്മളെ സ്കൂളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ഭാഷക്കാരും ഉണ്ടാവും ഒരു ക്ലാസ്സിൽ. ഉം. തമിഴ്, തെലുങ്കൻ, പഞ്ചാബി എല്ലാവരും ഇരിക്കുന്ന ഒരു ക്ലാസ് റൂമാണ്. ആ മക്കൾ പറഞ്ഞാൽ എന്ത് പറഞ്ഞു കൊടുത്താലും ഭയങ്കര സ്നേഹമാണ്. അപ്പൊ അവർക്കൊരു അതിശയം. നമ്മൾ ഇത് എന്റെ ഒരു ഗുരു പറഞ്ഞു തന്നതാണ് എനിക്ക്. മാമിന് എവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു ടൈം ടേബിൾ പെട്ടെന്ന് കിട്ടിയെന്ന് അവർ ചോദിച്ചത്. കാരണം 2 മാസം മുന്നല്ലേ പെട്ടെന്ന് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഒരു ഗുരു. അപ്പൊ ചിത്രകര അവർക്കൊക്കെ ഇപ്പൊ വേണം. ഞാൻ പിന്നെ ഏതായാലും നിങ്ങളെ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് എല്ലാവർക്കും ചേരേണ്ടത്. പിന്നെ നിങ്ങളെ പാരന്റ്സിനോടൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷെ ഇതെനിക്ക് കിട്ടിയിരിക്കുന്നത് എന്റെ ഗുരുനാഥിൽ നിന്നാണ്. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും എഴുതിക്കൊണ്ടിട്ടുണ്ട് എങ്ങനെ ലിസ്റ്റ് ടിക്ക് ചെയ്യണം, എവിടെ എന്ത് ചെയ്യണം. അതിന് സച്ചിൻ സാറിന്റെ ഹാറ്റ്സ് ഓഫ്, വേറൊന്നും പറയണ്ട. പിന്നെ എനിക്കും അതായത് ഇത്രയേറെ വർക്ക് ലോഡിനിടയിലും ഇതെല്ലാം ഒപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത് ആ ഒരു ടൈം ടേബിൾ ആണ്. അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നതിനെ കൊണ്ടാണ്. ഒരു പ്രാവശ്യമൊക്കെ നാട്ടിൽ നിന്ന് അമ്മ വിളിക്കുമ്പോ ഞാൻ പറയും, അയ്യോ എനിക്കിപ്പൊ എന്റെ ക്ലാസ് ഉണ്ട്, ഇതെനിക്ക് പറ്റൂലേ എന്ന് പറയുമ്പോ അമ്മ ഇതേപോലെ നമുക്ക് പെട്ടെന്നൊരു ക്ലാസ് കിട്ടിയെന്ന് വയ്ക്കും. പക്ഷെ അതൊരു വളരെ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സാർ ശരിക്കും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു കൂട്ടായ്മയാണ്. ഒരു ടീച്ചർ നിന്ന് അവരുടെ താഴെ സ്റ്റുഡൻസ് നിന്ന് അവർ മാത്രം പഠിക്കുക ആ ലെവലല്ല ശരിക്കും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന ഒരു ഫീല് ശരിക്കും ആ ഫേസ്ബുക്ക് ഗ്രൂപ്പ് തുറക്കുന്നത് കാണാൻ പറ്റും. ഓരോരുത്തരും പഠിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. പിന്നെ ശരിക്കും വീക്കിലി മീറ്റിലോട്ട് വരുന്ന സമയത്ത് ഒരുപാട് പേരുടെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങോട്ടും നോളജ് അപ്ഡേറ്റ് കിട്ടുകയാണ്. പിന്നെ അറിയാലോ, ഞാനും ആർട്ട് പല സ്ഥലത്തുനിന്നും പല മെന്റേഴ്സിൻ്റെ അടുത്തു നിന്നും ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു കൾച്ചറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പഠിക്കുക എന്ന് പറയുന്ന കാര്യത്തിന് ഈഗോ ഇല്ലാതെ കാണുക. നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ശരിക്കും ഒരുപാട് പേരിലേക്ക് നോളജ് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ മാം വരച്ച ചിത്രങ്ങളൊന്നും ഞാൻ നോക്കാം കേട്ടോ. ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എടുത്തിട്ട് നമുക്ക് ബാക്കി അപ്ഡേറ്റ്സ് നമുക്ക് അവിടെ ഷെയർ ചെയ്യാവേ. ഒരു മിനിറ്റ്, ഞാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഒന്ന് തുറന്നോട്ടെ. ഈ ഗ്രൂപ്പിൽ എങ്ങനെയുണ്ട്? ആക്റ്റീവ് ആണോ? പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടാറുണ്ടോ? ഞാൻ പറഞ്ഞത് കുറച്ച് തിരക്ക് വന്നത് കൊണ്ട് എനിക്കൊന്ന്, എന്നാലും ഞാനൊന്ന് ലൈക്കൊക്കെ അടിച്ച് പോകും ഇടയ്ക്ക് ഇടയ്ക്ക്. ഉം. പക്ഷെ വളരെ ആക്റ്റീവായിരുന്നു ചേർന്ന സമയത്തൊക്കെ. അതും അവര് നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാര്. മീൻസ് ഒരിക്കലും ഒരു നെഗറ്റീവ് പറയാണ്ട് എല്ലാം പോസിറ്റീവ് അപ്രോച്ചിലൂടെ നമ്മളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നല്ല ഒരു വളരെ നല്ല അവര് പറയുന്ന ഓരോ ചില പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ ആർക്കും ഹേർട്ട് ചെയ്യാത്ത വിധത്തിലാണ് അവർ അതിന്റെ ഒപ്പീനിയൻ ഒക്കെ എഴുതുന്നത്. അത് വളരെ നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഓളപ്പേസായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ ആ ഇൻട്രസ്റ്റ് പോയില്ലേ, അതെ ചിത്രം അതെ. വരയ്ക്കുന്ന ഇൻട്രസ്റ്റ് പോയി. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഗ്രൂപ്പ് എടുത്തിട്ട് പ്രൊഫൈൽ നെയിം ഒന്ന് പറയാവോ ഫേസ്ബുക്കിന്റെ? അനിത. അപ്പൊ സന്ധ്യ മാം മാമിന്റെ മരുമോളാണ് അല്ലേ? സന്ധ്യ അല്ല, സന്ധ്യയുടെ മോളാണ് എന്റെ പിന്നെ മകൻ കഴിച്ചിരിക്കുന്ന കുട്ടി. സന്ധ്യയുടെ മോളെയാണ് കഴിച്ചത്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഓൺലൈൻ ക്ലാസ്സിൽ വന്നിട്ടാണ് റിലേഷൻ അറിയുന്നത്? ഐ മീൻ ഓൺലൈൻ ക്ലാസ്സിൽ വരുമ്പോഴാണ് നേരിട്ട് അറിയുന്നത് ഇങ്ങനെ നമ്മളെ രണ്ടുപേരും ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ടെന്ന്? അത് എനിക്കറിയില്ലായിരുന്നു. കയറി കഴിയുമ്പോ സന്ധ്യ ഉണ്ണിമായ എന്നെ വിളിച്ചിട്ട് അമ്മ ചേർന്നിനോ, സന്ധ്യാമ്മ കയറിയ. അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരി, ഈ ഗ്രൂപ്പിലാണോ സന്ധ്യ പഠിക്കുന്നത് എന്ന് വിചാരിക്കുന്നത്. ആ ടൈമിലാണ് എനിക്കറിയുന്നേ ഇല്ല ഇത് സന്ധ്യയുള്ള ഗ്രൂപ്പാണ് എന്നുള്ളത്. ബ്ലെൻഡിങ് ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അല്ലേ? ബ്ലെൻഡിങ്ങില് ഡൗട്ടുകൾ ഉണ്ട് എനിക്ക്.
അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പോർട്രേറ്റ് വരയ്ക്കാൻ കുറച്ചൊരു മീൻസ് നല്ലൊരു ചിത്രം വരയ്ക്കാൻ എടുക്കാത്തത്. ഒന്നത് ഡൗട്ട് ക്ലാരിഫൈ ചെയ്തിട്ട് അത് പേടെന്ന് പറഞ്ഞത് ആ ട്രീ എത്തിയപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ക്ലാസ്. സാറിന്റെ ഒരു ഡ്രോ വിത്ത് സച്ചിൻ സാർ 29 ഒക്ടോബറിലെ ക്ലാസ് ആണത്. ഞാൻ ആദ്യം വരച്ച ചിത്രം നോക്കാൻ വേണ്ടിട്ട് താഴത്തോട്ട് പോകുന്നത്. ഫസ്റ്റ് വരച്ച് ഇതിനു മുമ്പ് ഡ്രോയിങ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് സാറിന്റെ കീഴിലാണ് പഠിക്കുന്നത്. ഇഷ്ടം ഭയങ്കര സ്കൂളിലുള്ള ആർട്ട് ആൾക്കാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നും നമുക്കൊന്നും നമ്മളെല്ലാം അവഗണിക്കപ്പെട്ട വിഭാഗത്തിൽ സ്റ്റുഡൻസ് ആണ്. ഇഷ്ടമുണ്ട് എന്നല്ലാതെ കണ്ടിട്ട്. പിന്നെ നമ്മള് ട്രെയിനിങ് ടൈമിലുള്ള ചാർട്ടുകളെല്ലാം സ്വന്തം തന്നെയാണ്. ഒന്നുപോലും പുറത്തു കൊടുത്തിട്ടില്ല. അതാണ് ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് ആകെ. കോഴ്സ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തു എന്ന് മനസ്സിലാകുന്നുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും റിപ്പീറ്റഡ്ലി പ്രാക്ടീസ് ചെയ്തത് കാണുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. ഷെയ്ഡിങ്ങും ഡെവലപ്പായി വരുന്നത് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് വരച്ച ചിത്രങ്ങളിലോട്ട് നോക്കട്ടെ കേട്ടോ. പെൻസിൽ ഏതാ യൂസ് ചെയ്യുന്നത്? ഏത് ബ്രാൻഡാ യൂസ് ചെയ്യുന്നത്? ആദ്യത്തെ ഞാൻ HB ആയിരുന്നു. സാറ് പറഞ്ഞല്ലോ വേറെ ഒന്നും യൂസ് ചെയ്യണം. പിന്നെ ആർട്ട്ലൈൻ്റെ പെൻസിൽ വാങ്ങിയിട്ടുണ്ട്. 6X ഉള്ള പെൻസിൽ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ഇവര് ഷീറ്റ്സ് ഉണ്ടാവുമല്ലോ, A4 ടൈപ്പ് ഷീറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ഐവരിയുടെ തന്നെ ഒരു ബുക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തില്ല, ഷീറ്റ്സ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ട് വെച്ചിരിക്കാന്ന്. ഇതിൽ എനിക്കൊന്ന് ബ്ലെൻഡിങ് ചെയ്തിട്ടുണ്ടോ, യൂസ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും? പക്ഷെ എനിക്ക് അങ്ങോട്ട് തൃപ്തി വന്നിട്ടില്ല. ഓക്കെ ഞാൻ ക്ലാരിറ്റി വരുത്തിരാം. എന്ത് വെച്ചാ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്? ഈ ഇവിടെയൊക്കെ ഫേസിന്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുങ്ങനെ നോക്കി. പക്ഷെ എനിക്ക് അത് എനിക്ക് വരുന്ന ഒന്നാമത് ഷെയ്ഡ് ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാല് കുറെ സ്ഥലം വിട്ടിട്ടാണ് ഞാൻ ഈ ഷെയ്ഡ് ബ്ലെൻഡ് എടുത്തിട്ട് വരാൻ നോക്കുന്നത്. അതാണോ അല്ലെങ്കിൽ പെൻസിൽ അത് ഞാൻ ഡൗട്ടായിട്ട് സാറിന് എഴുതി വെച്ചിട്ടുണ്ട് ബ്ലെൻഡിങ്ങിനെ പറ്റിയിട്ട്. എന്ത് ടൂളാ യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാനായിട്ട്? ആ സ്റ്റംപ് ഇല്ലേ മറ്റേ പേപ്പറിന്റെ. മനസ്സിലായി. ബ്ലെൻഡിങ് ചെയ്യുന്നതിൽ ഞാൻ ക്ലാരിറ്റി വരുത്തി തരാം. അതായത് ഈ ഒരു ചിത്രമാണല്ലോ നോക്കി വരയ്ക്കുന്നത്. അപ്പോൾ ഒന്ന് നോക്കി, ഇവിടം മുതൽ ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതുകൊണ്ട് കാണിക്കാം കേട്ടോ, മൗസ് കൊണ്ട്. ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ആക്ച്വലി ബ്ലെൻഡിങ് ഒന്നുമില്ല. ഇവിടെ നമുക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് തന്നെ ഷെയ്ഡ് ചെയ്യാം അല്ലേ? പക്ഷെ ബ്ലെൻഡിങ് വരുന്നത് എപ്പോഴാണ്? ഇവിടെ നിന്ന് ഒരു ട്രാൻസിഷൻ വരുമ്പോഴാണ് അല്ലേ? അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ മാത്രം ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ശരിക്കും ആ ഒരു ഷെയ്ഡിന്റെ ട്രാൻസിഷന്റെ അവിടെ ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ മിസ്സിങ് വരും. മിസ്സിങ് പാർട്ട് പോലെയൊക്കെ എടുക്കും. അപ്പൊ മാക്സിമം പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുക. ബ്ലെൻഡിങ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇവിടെ നോക്കി, ഈ ഷാഡോ കണ്ടോ? ഇതിന് ശരിക്കും ബ്ലെൻഡിങ് ആവശ്യമില്ല, പെൻസിൽ ഉപയോഗിച്ച് മാത്രം ചെയ്യാം. പക്ഷേ ചില ഷാഡോസിന് ബ്ലെൻഡിങ് ആവശ്യമുണ്ട്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് കണ്ടോ, ഈ ഒരു ഷാഡോ ഉണ്ടോ താഴത്തോട്ട് ഇങ്ങനെ പോകുന്നുണ്ടോ, അത് ബ്ലെൻഡഡാ. അപ്പം അങ്ങനെ ആവശ്യമുള്ള ഭാഗത്ത് മാത്രം ബ്ലെൻഡിങ് ചെയ്താൽ മതി ഈ ഒരു സ്റ്റേജിൽ. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി, അപ്പോൾ ഷെയ്ഡിങ്ങിൽ നമുക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാം. ഏതൊക്കെ ഭാഗമാണ് ബ്ലെൻഡിങ് ചെയ്യുന്നത് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അപ്പം നെക്സ്റ്റ് ടൈം ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അങ്ങനെ വരച്ചോളൂ, കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട്. ഇതിലൊന്നും മിസ്റ്റേക്ക് ഒന്നുമില്ല, കറക്റ്റ് ആയിട്ടാണ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. സാറിന്റെ ആ പിക്ചർ നോക്കിയിട്ട് അതേപോലെ തന്നെ ഹെയറും നല്ല രീതിയിൽ, പിന്നെ പെൻസിലിന്റെ ഡിഫറെന്റ് ടോണും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. വിഷയമൊന്നുമില്ല. പെൻസിൽ എടുത്തിട്ടാണ് ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു 3 ഡയമെൻഷൻ ആയി കിട്ടിയില്ല എന്നുള്ളൊരു ഒരു തോന്നലാണ് എനിക്ക് എപ്പോഴും വരച്ചെടുക്കുമ്പോൾ. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ലെവൽ എത്തി, നമ്മൾ ബ്ലെൻഡിങ് എന്നുള്ള സ്റ്റേജിലോട്ട് നമ്മൾ എത്തി. ഇനി ഏത് ടൈപ്പ് റെഫറൻസ് പിക്ചർ എടുക്കണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഒരു മിനിറ്റ്. പോർട്രേറ്റ് വരയ്ക്കാനാണോ ഇഷ്ടം? അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം ലാൻഡ്സ്കേപ്പ് ആണ്. പക്ഷെ പോർട്രേറ്റിനോട് ഇപ്പൊ സാറിന്റെ ക്ലാസ്സോട് കൂടിയാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയത് ഞാന്.
ഇങ്ങനത്തെ ചിത്രങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയുള്ളൂ. ഇത് ഓൾറെഡി ഡ്രോയിങ് ആ, ഓക്കെ. പക്ഷേ കുറച്ചൊന്ന് റിയലിസ്റ്റിക് ഡ്രോയിങ് പോലെ തോന്നും നമുക്ക് അല്ലേ? അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ മാക്സിമം പെൻസിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബ്ലെൻഡിങ് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ബ്ലെൻഡ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊക്കെ പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ ഒരു ലെയർ ബ്ലെൻഡ് ചെയ്തിട്ടിരിക്കുക ആ ഇങ്ങോട്ടേക്ക്. ഈ ഒരു ഷേപ്പ് ഉണ്ടോ? അപ്പോൾ ആ ഒരു ഷേപ്പിൽ വേണം ആ ബ്ലെൻഡിങ് സ്റ്റംപ് ഓടിക്കാനായിട്ട്. അപ്പോൾ ഓ, നമുക്ക് ഈ ഷേപ്പ് ബിൽഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ഇത്തരത്തിലൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ബ്ലെൻഡിങ് സ്റ്റംപ് ഉപയോഗിച്ചിട്ട് ആവശ്യമുള്ള ഷേപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അധികം കോംപ്ലിക്കേഷൻ ചിത്രത്തിലോട്ടും ഉണ്ട്. ഇത്തരത്തിലൊരു ചിത്രം ബ്ലെൻഡിങ് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രാക്ടീസ് നല്ലതായിരിക്കും. ഇതൊക്കെ നല്ലൊരു എക്സാമ്പിളാണ്. ഓക്കെ. കണ്ടോ, ഇതിൽ പെൻസിലിന്റെ പാട് കാണുന്നതൊക്കെ പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്തതാണ്. ബാക്കി ഇതൊക്കെ ബ്ലെൻഡിങ് ആയിരിക്കും ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ബ്ലെൻഡ് ചെയ്ത് ഇട്ടാൽ മതി. അപ്പം വളവില് മാത്രം യൂസ് ചെയ്താൽ മാത്രം മതി അല്ല ശരിക്കും? അതായത് പെൻസിൽ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാല് ആ വരുന്ന ആ ഒരു ചരിവില് മാത്രം ബ്ലെൻഡ് ചെയ്താൽ മതി അല്ല സാർ പറയുന്നത്? മറ്റേ ടച്ച് ചെയ്യണ്ട. മറ്റേത് ചെയ്യേണ്ട ആവശ്യം നോർമലി ഈ സ്റ്റേജിൽ നമുക്കില്ല. ആ ട്രാൻസിഷനിൽ മാത്രം ബ്ലെൻഡ് ചെയ്താൽ മതി. കാരണം ബ്ലെൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഷെയ്ഡ് സ്മഡ്ജ് ആയിട്ട് ലൈറ്റ് ടോണിലോട്ട് ആവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതന്നെ. അങ്ങനെയുള്ള അവസ്ഥയുള്ള സ്ഥലങ്ങളിൽ മാത്രം ചെയ്താൽ മതി. ഇനി രണ്ടാമതൊരു സിറ്റുവേഷൻ കൂടി ഉണ്ട്. ഇദ്ദേഹത്തിന്റെ സ്കിൻ ഇത്തിരി റഫ് അവിടെ, പക്ഷെ ആ സ്കിൻ സ്മൂത്ത് ആണെങ്കിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. അവിടെ ചെയ്യാം. ബ്ലെൻഡിങ് സ്റ്റംപ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സ്മൂത്ത് പോലെ തോന്നും. മനസ്സിലായി? അത് നമുക്ക് സെക്കൻഡ് സ്റ്റേജിലോട്ട് അടുത്തൊരു ഡ്രോയിങ് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ഡ്രോയിങ്ങിൽ മാത്രം ചെയ്താൽ മതി. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ നോക്കട്ടെ കേട്ടോ. യെസ്, ഇതിപ്പോൾ എനിക്കൊന്ന് ഫോട്ടോ ആണെന്ന് തോന്നുന്നു, ഒറിജിനൽ ഫോട്ടോ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ മൂക്കിന്റെ ഒരു ഭാഗം ഉണ്ടോ? ഇത് നല്ല സ്മൂത്ത് ഷെയ്ഡ് അല്ലേ? ഓക്കെ. അപ്പോൾ വേണമെങ്കിൽ ലൈറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്തിട്ട് ബ്ലെൻഡിങ് സ്റ്റാമ്പ് യൂസ് ചെയ്യാം അതിന്റെ മുകളിലൂടെ. അപ്പോൾ സ്മൂത്ത് ഷെയ്ഡ്, സോഫ്റ്റ് സർഫസ് പോലെ കിട്ടും. റഫ് അല്ലാത്ത സോഫ്റ്റ് സർഫസ് പോലെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫുള്ള് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ട്രാൻസിഷനിൽ മാത്രം ബ്ലെൻഡിങ് യൂസ് ചെയ്താൽ മതി ഫസ്റ്റ് ടൈം. അപ്പോൾ ക്ലാരിറ്റി കിട്ടും. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ബ്ലെൻഡിങ്ങിൽ എക്സ്ട്രാ? അത് ഒന്നാമത്. പിന്നെ നമ്മള് ഇതിന്റെ സ്പഡ്ജിങ്ങിന്റെ ഈ ബ്ലെൻഡിങ് സ്റ്റംപ് ഉണ്ടല്ലോ, നീറ്റേന്ന് ഞാൻ സാറിനോട് ചോദിച്ചിരുന്നു ഒരു പ്രാവശ്യം എങ്ങനെയാണെന്ന്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ പെൻസിൽ കൊണ്ട് മീൻസ് ബ്ലേഡ് എടുത്ത് കട്ട് ചെയ്യുക ചെയ്തത്. അപ്പൊ അതെല്ലാം കൊളായി. എന്റെ എഡ്ജൊക്കെ മീൻസ് പ്രൊപ്പോർഷൻ ഒക്കെ മാറിപ്പോയി. അപ്പൊ പിന്നെ സാറ് പറഞ്ഞു സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ലോണം. അപ്പോഴത്തേക്ക് അതിന്റെ കുറച്ച് ശരിയായി. എങ്കിലും കുറെ എഡ്ജൊക്കെ കൊളായി പോയിരുന്നു ആകെ പാടെ. പിന്നെ അതും ഒരു ഡൗട്ടായിരുന്നു. പിന്നെ അതിപ്പോ സാറ് പറഞ്ഞു തന്നു ഷെയ്ഡ് ചെയ്തതിന് ശേഷം മാത്രമാണോ ചെയ്യേണ്ടതെന്നുള്ള ഡൗട്ട് ഞാൻ എഴുതി വെച്ചിരുന്നു. പിന്നെ എന്താന്ന് വെച്ചാല് ചാർക്കോൾ പൗഡർ ഞാൻ വാങ്ങിയിരുന്നു. ഇപ്പൊ ഈ അടുത്താ വാങ്ങിയത്. ഉപയോഗിക്കാൻ അറിയില്ല. അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെ, അതെങ്ങനെയാണ് നമ്മൾ ഇടേണ്ടത് ഇതിന്റെ അകത്തേക്ക്? ഡയറക്റ്റ് ഇട്ട് എല്ലാം കൂടി സ്പ്രെഡ് ആയി പോവില്ല. അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് തൊട്ടിട്ടില്ല. വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ട് ഒരു 1 വീക്ക് ആയിട്ടുണ്ടാവുള്ളൂ. ഏത് ബ്രാൻഡ് എടുത്തിരിക്കുന്നത് ചാർക്കോൾ പൗഡർ? അവര് തന്നൊരു ബ്രാൻഡിന് വാങ്ങിയത്. എനിക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഇത് കണ്ടോ, ഇതിരിക്കുന്നത് ചാർക്കോൾ പൗഡർ. ഇത് ഗ്രാഫൈറ്റ് പൗഡറും ഇത് ചാർക്കോൾ പൗഡറും. അപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എടുക്കുന്നതിന്റെ അടപ്പുണ്ടല്ലോ, അടുപ്പിൽ തന്നെ കുറച്ചിങ്ങനെ തട്ടിയിടും. എന്നിട്ട് അതില് കോട്ടൺ, ഇത് പഞ്ഞിയാണ്, കോട്ടൺ പഞ്ഞി ഇങ്ങനെ ചുരുട്ടിയിട്ട് പഞ്ഞി ഡിപ്പ് ചെയ്തിട്ട് ഈ ഏറ്റവും ബ്ലാക്ക് ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചാർക്കോൾ പൗഡർ യൂസ് ചെയ്യുക. ഡിപ്പ് ചെയ്തിട്ട് 2-3 ലെയർ പേപ്പറും നോക്കണം. പേപ്പർ ഇത്തിരി കട്ടിയുള്ള പേപ്പർ ആയിരിക്കണം. ഒരുപാട് റഫായിട്ടുള്ള പേപ്പർ ആവരുത്. മനസ്സിലാവണ്ട, ഒരു മീഡിയം സർഫസ് പേപ്പർ. അപ്പോൾ നമുക്ക് ഇത് ഒറ്റ ലെയർ കൊണ്ട് ചെയ്യുന്നതല്ല. ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവും. 2-3 ലെയർ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ബ്ലാക്കിലോട്ട്. ഞാൻ എൻ്റെ ഫൈനൽ കാണിച്ചിട്ട് വേണ്ടേ. കണ്ടോ, നല്ല ബ്ലാക്കിലോട്ട് കിട്ടാം. ഇവിടെ ഇനിയും അപ്ലൈ ചെയ്യാനുണ്ട്. ഇവിടെ 2-3 ലെയർ അപ്ലൈ കൂടി ചെയ്യുമ്പോൾ അത് നമുക്ക് ബ്ലാക്ക് ആയിട്ട് കിട്ടും. മറ്റേ ഇത് പിക്ചറിലേക്ക് വീഴുവോ സാർ? നമ്മള് മീൻസ് ഇത് ലാസ്റ്റ് ചിത്രം വരച്ചിട്ടല്ലേ നമ്മള് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക? ഇതിൽ ഞാൻ ചെയ്തത് ചിത്രം ഇത് ഞാൻ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് കംപ്ലീറ്റ് ആക്കി. ഓർഡർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് കംപ്ലീറ്റ് ആകുന്നത്. കണ്ടോ, ഫിനിഷ് ചെയ്ത് വരുന്നില്ല. അതായത് ഇതൊന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ തൊടാൻ നമുക്ക് പറ്റില്ല. അങ്ങനെയാണ് കംപ്ലീറ്റ് ആവുന്നത്. എന്നിട്ട് ഈ എഡ്ജൊക്കെ വരുന്ന സമയത്ത്, ഇപ്പോൾ ചിത്രത്തിന്റെ ഉള്ളിൽ കയറുന്നല്ല ഡൗട്ട്, എഡ്ജ് വരുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് ചെറിയൊരു ബോർഡർ ക്രിയേറ്റ് ചെയ്തു, ബ്ലാക്ക് ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചിട്ട്.
ഓക്കെ. മനസ്സിലാവുണ്ടോ? അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്താണ് ചിലപ്പോൾ മനസ്സിൽ കണ്ടോ. ബോർഡർ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ മറ്റേ ഇത് വെച്ചിട്ട് കോട്ടൺ വെച്ചിട്ട് ഫില്ല് ചെയ്യും. അപ്പം നമുക്ക് ഡെപ്തിലുള്ള ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ഇനിയിപ്പോൾ നെക്സ്റ്റ് ലെവലിൽ ഇനിയിപ്പോൾ ഒരു കുറച്ചും കൂടി പ്രാക്ടീസ് കഴിയുമ്പോൾ ഈ ഗ്രാഫൈറ്റ് പൗഡറും ഈ ചാർക്കോൾ പൗഡറും ഒക്കെ നമുക്ക് ബ്ലെൻഡിങ് സ്റ്റമ്പിൽ ഡിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാനും പറ്റും. ബ്ലെൻഡിങ് ചെയ്യാനായിട്ട് നേരത്തെ ചോദിച്ചില്ലേ പെൻസിൽ ഉപയോഗിച്ചിട്ടാണോ ബ്ലെൻഡ് ചെയ്യേണ്ടതെന്ന്. ഈ സ്റ്റേജിൽ അങ്ങനെ ചെയ്യണ്ടേ. ഈ സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലോട്ട് എത്തുന്ന സമയത്ത് ഡയറക്റ്റ്ലി ഡിപ്പ് ചെയ്യാം. ഡിപ്പ് ചെയ്തിട്ട് ബ്ലെൻഡിങ് സ്റ്റംപ് ഉപയോഗിച്ചിട്ട് ഷെയ്ഡൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. എനിക്ക് തോന്നുന്നു ആ ചിത്രത്തിൽ കുറേ വീഡിയോയിൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല സ്പീഡ് ആയതുകൊണ്ട്. അത് കണ്ടോ, ഇത് ബ്ലെൻഡിങ് സ്റ്റമ്പിൽ ഗ്രാഫൈറ്റ് പൗഡർ മുക്കിയിരിക്കുക. എന്നിട്ട് ഓക്കെ. കണ്ടോ, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആ. അങ്ങനൊരു ഓപ്ഷൻ നമുക്കുണ്ട്. ഓക്കെ. ഇതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. ആ സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഞാൻ അഡ്വാൻസ് ആയിട്ടൊന്നും തുടങ്ങിയിട്ടില്ല. സാറ് പറയുന്ന ആ വീഡിയോ പ്രകാരം ക്രമത്തിലാണ് പോകുന്നത്. ഓരോ വീഡിയോ നോക്കിയിട്ട് ഇപ്പം ഞാൻ ചാപ്റ്റർ 22 എത്തിയിട്ടുള്ളൂ. അനാട്ടമി ഫീമെയിൽ ബോഡി എത്തിയിട്ടുള്ളൂ. അത് ക്രമമായിട്ട് അതും ചിലതൊക്കെ ഞാൻ തിരിച്ചിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് വീണ്ടും വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അങ്ങനെ അല്ലാണ്ട് പോയില്ലെങ്കിൽ എനിക്കൊരു തൃപ്തിയില്ലാത്ത പോലെയാണ്. വീഡിയോ എന്തോ ലാക്കിങ് ഫീൽ ചെയ്യുക. അപ്പൊ വീണ്ടും തിരിച്ചിട്ട് പോകും. അങ്ങനെയാണ്. അങ്ങനെ നമ്മുടെ കോഴ്സിന്റെ സിലബസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ടീച്ചർ ആയതുകൊണ്ട് പറയാം കേട്ടോ. സിലബസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പെർഫെക്റ്റ് സിലബസ് ആക്കണമെന്ന് വിചാരിച്ചിട്ട് ബേസിക്കിന്ന് ഒരു എൻഡ് വരെ ഒരു ഓർഡറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് പഠിക്കുന്ന സ്റ്റുഡൻറ്റിന് പഠിക്കുന്നതിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ട്? അടുത്ത് എന്താണെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നേരെ തിരിച്ച് എല്ലാ ടെക്നിക്കും ആദ്യമേ തന്നെ ഞാൻ ഫുള്ളായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ബ്ലെൻഡിങ് സ്റ്റെമ്പ് എവിടെ യൂസ് ചെയ്യണം, ചാർക്കോൾ പൗഡർ എവിടെ യൂസ് ചെയ്യണം, ഗ്രാഫൈറ്റ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇത് ഓർഡറിൽ പഠിക്കുന്ന സമയത്ത് ഇത് കഴിഞ്ഞാൽ അത്, ഇത് കഴിഞ്ഞാൽ അത്, അങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് നമുക്ക് വരുന്നത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ പോർട്രേറ്റിൻ്റെ ആ സെക്ഷൻ ആ ബ്ലെൻഡിങ് സ്റ്റെമ്പ് ഉപയോഗിച്ച് ഷെയ്ഡിൻ്റെ എൻഡുകൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെവലിലോട്ട് പോകുന്നത് ഈസി ആയിരിക്കും. വേറെ എന്താ ഡൗട്ട് എഴുതി വെച്ചിരിക്കുന്നത്? പറയാണ്ടിങ്ങനെ എഴുതി അന്ന് സാറിന്റെ മീറ്റിംഗ് വെന്ത് നടന്നപ്പോ തന്നെ എഴുതി. അപ്പൊ ലാസ്റ്റ് മീറ്റിംഗ്സിൽ എന്ത് പറ്റി അതിന്റെ ഒക്കെ ഉത്തരം സാറ് തന്നു കഴിഞ്ഞു. 18th 25th മീറ്റിംഗ് അപ്പൊ ഈ ആറ്റുകാൽ പൊങ്കാലോടെ മീറ്റിംഗ് കണ്ടില്ല. പക്ഷെ രണ്ടാമത് ഞാനത് റെക്കോർഡഡ് മീറ്റിംഗ് ഞാൻ കാണാണ്ടിരിക്കൂല. അപ്പൊ അങ്ങനെ വിട്ടുപോകുന്ന ദിവസം അത് നോക്കുമ്പോ ഞാൻ ചോദിച്ച ചോദ്യം അവിടെ ഉണ്ട്. അതായത് ഒന്ന് ഒരു ഇതാണ് എഴുതി വെച്ചത്, നേച്ചർ സ്റ്റഡി ക്രിയേറ്റീവ് ഡ്രോയിങ് ഒക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ പ്രൊപ്പോർഷൻ ബാലൻസിങ് ഒക്കെയാണ് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ഓൾറെഡി സാർ ഇപ്പം 25th മീറ്റിംഗ് നല്ല നീറ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എവിടെയൊക്കെ എങ്ങനെ ഷെയ്ഡ് ചെയ്യണം, എവിടെയൊക്കെ നോക്കണം, ബാലൻസിങ് പിന്നോട്ട് പോകുന്നത് എങ്ങനെ ലൈറ്റ് ആക്കണം എന്നൊക്കെ ഉള്ളത് ഈ ആൻസർ അതിലുണ്ട്. അതാണൊന്ന് എഴുതി വെച്ച ഡൗട്ട്, എവിടെയൊക്കെ നോക്കണം എന്നുള്ളത്. പിന്നെ 3D ഇപ്പൊ ഞാൻ പറഞ്ഞത് പോർട്രേറ്റ് ചെയ്യുമ്പോൾ ഷെയ്ഡിങ് റിയലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെയാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന്. പിന്നെ ഷെയ്ഡിങ് തന്നെ പലതരത്തിലുള്ള മെത്തേഡ് ഉണ്ട്. അത് ഉപയോഗിക്കുന്ന ടൂൾസും അത് അനുയോജ്യമായ പേപ്പറും. എല്ലാ പേപ്പറിലും എല്ലാ ഷെയ്ഡിങ്ങും നമുക്ക് ചെയ്യാൻ പറ്റുമോ, അതൊരു ഡൗട്ട്. അതുണ്ടല്ലോ, അത് ഓരോ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ ശൈലി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് റിയൽ ആയിട്ട് ഒരു ഡ്രോയിങ് സ്റ്റൈലോ പെയിന്റിങ് സ്റ്റൈലോ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആർട്ട് ടീച്ചിങ് പ്രൊഫഷൻ എടുത്തത്. അതിന്റെ ബെനിഫിറ്റ് നമ്മുടെ സ്റ്റുഡൻറ്റിനാണ്. കാരണം ആലോചിച്ച് നോക്ക്, ഞാനൊരു പെർട്ടിക്കുലർ സ്റ്റൈലിൽ വരയ്ക്കുന്ന, പെർട്ടിക്കുലർ മീഡിയത്തിൽ മാത്രം വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങളും എൻ്റെ സ്റ്റൈല് കോപ്പി ചെയ്യും. അതുകൊണ്ട് സ്റ്റുഡൻസിന് യാതൊരു ബെനിഫിറ്റ് ഇല്ല. ആർട്ടിസ്റ്റിന്റെ കോപ്പി ആയിട്ട് മാത്രം സ്റ്റുഡന്റ് മാറിക്കൊണ്ടിരിക്കും. ആർട്ടിസ്റ്റിനാണ് ബെനിഫിറ്റ്. ആ സ്റ്റുഡന്റ് എവിടെയെങ്കിലും പോയിട്ട് പ്രൈസ് വിൻ ചെയ്യണമെങ്കിൽ പറയും ഈ ടീച്ചർ പഠിപ്പിച്ചതാണ്. പക്ഷെ ശരിക്കും ടീച്ചറിലോട്ട് കൂടുതൽ ഫോക്കസ് കിട്ടും. ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് സ്വന്തമായിട്ട് മെത്തേഡും ടെക്നിക്കും ഞാൻ ഇതുവരെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ സ്റ്റൈല് മെത്തേഡും ടെക്നിക്കും അല്ല, എൻ്റെ ഡ്രോയിങ് സ്റ്റൈൽ ഞാൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല. പക്ഷേ പല ആർട്ടിസ്റ്റുകൾക്കും സ്വന്തമായിട്ടുള്ള ഡ്രോയിങ് സ്റ്റൈലുകൾ ഉണ്ട്. അപ്പോൾ ചിലർ റഫ് പേപ്പറിലായിരിക്കും റിയലിസ്റ്റിക് ആയിട്ട് ഡ്രോയിങ് ചെയ്യുന്നുണ്ടായിരിക്കുക, ചിലർ സ്മൂത്ത് പേപ്പറിലായിരിക്കും. ഇതിനൊക്കെ റിയലിസം ചെയ്യാൻ സ്മൂത്ത് പേപ്പർ വേണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ കോഴ്സിലൂടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ബിഗിനേഴ്സിന് എളുപ്പത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു തരുന്നത്. റഫ് പേപ്പറിലും ചെയ്യാം റിയലിസ്റ്റിക് ആയിട്ട്. പക്ഷേ അവിടെ ചെയ്യുമ്പോൾ ടെക്സ്ചറിൽ ഡിഫറൻസ് വരും. റഫ് പേപ്പർ ആവുന്ന സമയത്ത് അറിയാമല്ലോ, ചെറിയൊരു ടെക്സ്ചർ ഉണ്ടായിരിക്കും. അതാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ കാണുന്ന കാഴ്ചയിൽ ഡിഫറെൻ്റ് ആയിട്ട് തോന്നും, വരകൾ ഒരു സ്റ്റൈലൈസ്ഡ് ആയിട്ട് തോന്നും. ഞാൻ നോക്കട്ടെ, ഞാൻ സെർച്ച് ചെയ്ത് നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ ഇപ്പം തന്നെ റിയൽ ആയിട്ട്. കാരണം ഇപ്പോൾ മാമിനോട് മാത്രമേ ഞാൻ സംസാരിക്കുന്നത്, ഈ വീഡിയോ ഒരുപാട് പേര് കാണും. സെയിം സംശയമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആകും. ഒരു മിനിറ്റ് കേട്ടോ.
ഇപ്പം ഇതിന് ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം, ഇതിന് ഡിഫൈൻഡ് ആയിട്ട് ഇന്ന ടൂളിൽ തന്നെ ആർട്ട് ചെയ്യണം എന്നൊന്നുമില്ല. ഡിഫറെൻറ്റ് ടൂളുകൾ ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് റിസൾട്ട് ആയിരിക്കും. കണ്ടോ, ഇതിൽ കണ്ടോ, ഇതിപ്പോൾ റഫ് പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത്. ആ പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുമെങ്കിലും അവിടെ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട് ആ അല്ലേ. ഇനിയിപ്പോൾ നേരെ തിരിച്ച് ഇത് നോക്കിയേ, ഇത് ആക്ച്വലി ഒരു പ്രത്യേക ടെക്സ്ചറുള്ള പേപ്പർ കണ്ടോ, ഒരു ചെറിയൊരു സ്ക്വയർ 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 പോലെ ഒരു പിക്സലേറ്റഡ് പോലെ കാണുന്നില്ലേ. ആ അത് പ്രത്യേക ടെക്സ്ചറുള്ള പേപ്പർ. അപ്പോൾ നമുക്ക് വേറൊരു റിസൾട്ട് അതിൻ്റെ അകത്ത് നിന്നിട്ട് ഇത് ടെക്സ്ചറുള്ള പേപ്പറാണ് കണ്ടോ, ഒരു ടെക്സ്ചർ കാണാൻ പറ്റും. ഇനി സ്മൂത്ത് പേപ്പർ നോക്കാം. സ്മൂത്ത് പേപ്പർ ആവുന്ന സമയത്ത് ആ ടെക്സ്ചർ അവിടെ ഉണ്ടാവില്ല. നമ്മൾ വരയ്ക്കുന്നത് എന്താണോ അത് മാത്രമായിരിക്കും റിസൾട്ടിൽ വരുന്നുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ബിഗിനേഴ്സിൻ്റെ അടുത്ത് ഞാൻ സ്മൂത്ത് പേപ്പർ സജസ്റ്റ് ചെയ്യുന്നത്, ഓക്കെ. ക്ലാരിറ്റി കിട്ടിയോ. അല്ലെങ്കിൽ ചിലപ്പോൾ ടെക്സ്ചർ ഉള്ള കാര്യം ചിലപ്പോൾ അവർ വിചാരിക്കും, ഞാൻ ഇത് ചെയ്തില്ല പക്ഷേ ഇതെന്ത് ഇങ്ങനെ വന്നതെന്ന് വിചാരിക്കും. ഇത് കണ്ടോ, ഇതിൽ സ്മൂത്ത് പേപ്പർ ആണ്. അപ്പോൾ ഇവർ ഈ ടെക്സ്ചറൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുക, വരച്ച് ഇറേസ് ചെയ്തൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഇതാണ് അതിൻ്റെ പരിപാടി. ഇതൊക്കെ ഇത് ചെറിയൊരു ടെക്സ്ചർ ഉണ്ട്, നേരെ കൂടി വേണമെങ്കിൽ സ്മൂത്ത് പേപ്പറിൻ്റെ കാറ്റഗറിയിൽ ഇതിനെ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതാണ് ഈ റിസൾട്ട് കിട്ടും സ്മൂത്ത് പേപ്പറിൽ നമ്മൾ ചിത്രം വരച്ച് കഴിഞ്ഞാൽ. ടെക്സ്ചർ ആണെങ്കിൽ ഇവിടെ ഡോട്ട് ഡോട്ട് പോലെ ഗ്രെയിൻസ് പോലെ നമുക്ക് തോന്നും. അത്രയും ഡിഫറൻസ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്ലെൻഡിങ് ചെയ്യാൻ തന്നെ ബ്ലെൻഡിങ് സ്റ്റംപ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ചിലർ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുന്നവരുണ്ട്, ചിലർ കോട്ടൺ ബഡ് യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഡിഫറെൻറ്റ് ടൂളിൽ ഡിഫറെൻറ്റ് റിസൾട്ട് ആയിരിക്കും. ഇപ്പം നമുക്ക് എന്ത് റിസൾട്ടാണ് വേണ്ടത്, നമ്മുടെ മനസ്സിൽ ചിത്രത്തിന് എന്ത് ഔട്ട്പുട്ടാണ് വേണ്ടത്, അങ്ങനെ ടൂള് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് കുറച്ചും കൂടി ലെവൽ കഴിയുമ്പോൾ മാമിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇത് കുറച്ചും കൂടി ലെവൽ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആർട്ട് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സെയിം പോലെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ബോറടിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ല എന്ന് തോന്നൽ വരും. അപ്പോൾ ഡിഫറെൻറ്റ് ടൂളുകൾ പർച്ചേസ് ചെയ്തൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഡിഫറെൻറ്റ് റിസൾട്ടുകൾ വരും. അപ്പോൾ അത് ഫ്യൂച്ചറിലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ്. അതിനോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, എന്താണ് ഫ്യൂച്ചർ ഗോള്? ഫ്യൂച്ചർ പോലെ ഒരു ആർട്ട് എക്സിബിഷൻ ആണ് വിചാരിക്കാൻ പറഞ്ഞില്ല സാറേ. ഒരു ആനന്ദം മാത്രം, ഹാപ്പിനെസ് മാത്രം വിചാരിച്ച് ജോയിൻ ചെയ്ത ഞാൻ ഗോൾ സെറ്റ് ചെയ്തപ്പോ ആർട്ട് എക്സിബിഷനിലേക്ക് വന്നു സാറ് പറഞ്ഞത്. പിന്നെ സാറിന്റെ അടുത്തടുത്ത ക്ലാസ്സുകളും മീറ്റിംഗും കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു എന്തുകൊണ്ട് നമ്മൾക്ക് ഒരു കമ്മീഷൻ വർക്ക്, അപ്പൊ കമ്മീഷൻ വർക്ക് എത്തണമെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് ഗോൾ നമ്മൾക്ക് എത്തിപ്പിടിക്കണ്ടേ. ഫസ്റ്റ് ഗോൾ എത്തിപ്പെടണമെങ്കിൽ ലെവലൊന്ന് മാറണല്ലോ. 4-5 ഒക്കെ എത്താണ്ടൊന്നും 5-6-7 അടുത്തൊക്കെ എത്താണ്ട്. പൊതുവെ എനിക്ക് വേറൊരു പ്രൊമച്ചാലി സാറ് പറഞ്ഞ ഏതൊരു വെൽനസിൽ പറഞ്ഞിട്ടുണ്ട്, പെർഫെക്ഷനിസം. ആ ഒരു പ്രോബ്ലം എനിക്കുണ്ട്. അത് മാറ്റാൻ ശ്രമിച്ചിട്ട് മാറുന്നൊന്നുമില്ല. ഒക്കത്തിന് ഇത്ര പഠിപ്പിക്കുന്ന കാര്യം ആയിക്കോട്ടെ, കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം ഒക്കത്തിനും ഉണ്ട്. അത് ഭയങ്കര ഒരു പ്രശ്നമുണ്ട് ഇടയ്ക്കൊക്കെ അതിനെ കൊണ്ട്. അപ്പം ആ ഒരു ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്തായാലും അതിനൊരു ടൈം പിടിക്കേണ്ടാവും. 1 year ഒക്കെ എന്തായാലും ഞാൻ വിചാരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റിലേക്ക് കടക്കാന്നുള്ള ഐഡിയയിലാണ് ഉള്ളത്. ഓരോരോ 1 by 1 ആയിട്ട്. പിന്നെ അതിൽ ഞാൻ ക്ലാരിറ്റി വരുത്തി തരാം കേട്ടോ. അപ്പോൾ ആദ്യം പറഞ്ഞത് ആർട്ട് എക്സിബിഷൻ ആണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, ആർട്ട് എക്സിബിഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം എന്ത് വേണം, ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടാനായിട്ട്? ഫസ്റ്റ് വരയ്ക്കാനുള്ള കഴിവ് തന്നെയാണ് ഫസ്റ്റ്. അതിനൊക്കെ മുമ്പ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു എക്സിബിഷൻ നടക്കണമെങ്കിൽ മിനിമം ഒരു നല്ല ചിത്രം വേണം അല്ലേ. അതാണ് ഫസ്റ്റ് ഗോൾ. അപ്പോൾ ആ ഒരു ഗോൾ ഒന്ന് സെറ്റ് ചെയ്തോ. ആ സ്വപ്നം മനസ്സിലോട്ട് കൊണ്ടുവരാൻ ഞാനൊരു എക്സിബിഷൻ ചെയ്യാൻ പോകാമെന്ന് വിചാരിക്കുക. അതിനുവേണ്ടി വേറെ ഒന്നും ചിന്തിക്കണ്ട. എക്സിബിഷൻ എങ്ങനെ ചെയ്യും, എവിടെ ചെയ്യും, എപ്പോഴാണെന്നൊന്നും ചിന്തിക്കേണ്ട. പക്ഷെ അതിനുവേണ്ടി ഞാനൊരു ഫസ്റ്റ് ചിത്രം ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചിത്രം ഒന്ന് മനസ്സിലൊന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങിക്കോളും. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, മനസ്സിൽ പ്ലാൻ ചെയ്യാന്നുള്ളത്. എന്നിട്ട് പതിയെ അതിനൊരു കോൺഫിഡൻസ് വരുന്ന സമയത്ത് നല്ല മെറ്റീരിയലൊക്കെ വാങ്ങിച്ച് നമുക്ക് ഇഷ്ടമുള്ള മീഡിയത്തിൽ ആ ചിത്രം ഒന്ന് വരച്ച് നോക്കാം. ആ ചിത്രം കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. എൻ്റെ ഗോളിലോട്ട് ഒരു സ്റ്റെപ്പ് ഞാൻ കടന്നു എന്നുള്ള കോൺഫിഡൻസ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? സെയിം പോലെ തന്നെ കമ്മീഷൻ വർക്കിൻ്റെ കാര്യം. കമ്മീഷൻ വർക്ക് എടുക്കാനായിട്ട് നമ്മൾ ലോകോത്തര കഴിവുള്ള ആർട്ടിസ്റ്റ് ആവണമെന്നൊന്നുമില്ല. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് അടുത്തൊരു കസിന് കൊടുക്കാനായിരിക്കും. അപ്പോൾ കസിൻ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങളുടെ ശൈലി ഇതാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കമ്മീഷൻ വർക്കിൻ്റെ വീക്കിലി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തായിരുന്നോ?
അതെ, അത് അറ്റൻഡ് ചെയ്തപ്പോഴാണ് ആദ്യം ഞാൻ വിചാരിച്ചു നോക്കാം എന്താ, ആദ്യം എനിക്ക് അത്ര ഒരു എന്തില്ലാണ്ട് ഞാൻ ചേർന്നത്. പക്ഷെ ആ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഒക്കെ വന്നപ്പോ വിചാരിച്ചു ഓ ശരിയാണല്ലോ, ഇതൊക്കെ നമുക്ക് എന്ത്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അതായത് ഫ്യൂച്ചറിലേക്ക് പെട്ടെന്ന് വന്ന തോന്നല്ലേ എഴുതിയതാണ്. ഉം. അങ്ങനെ അതൊരു നല്ലൊരു ആർട്ടിസ്റ്റിന്റെ തിങ്കിങ് ആണെന്നൊന്നും അറിയില്ല. ഓരോ ഡൗട്ടുകൾ സാറ് പറഞ്ഞത് എല്ലാം നോട്ട് ചെയ്ത് വെക്കണം ഇവിടെ വരുമ്പോ മീറ്റിംഗിൽ നിന്ന്. അപ്പം കമ്മീഷൻ വർക്ക് എന്റെ മനസ്സിലില്ലാത്തൊരു സങ്കല്പമായിരുന്നു. പക്ഷെ ആ മീറ്റിങ്ങോട് കൂടിയിട്ട് ചെറിയ ചേഞ്ച് വന്നു എന്റെ മനസ്സിലും. എന്തുകൊണ്ട് നമ്മൾക്ക്, അതായത് വരച്ച് വരച്ച് വരുമ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാന്നുള്ള ഒരു ചിന്ത വന്നു. അങ്ങനെ പിന്നെ കമ്മീഷൻ വർക്കിന്റെ കാര്യത്തിൽ ഇപ്പോഴേ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ ഇടുക, സ്റ്റാറ്റസ് ഇടുക. അപ്പോൾ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും നമ്മൾ എങ്ങനത്തെ ചിത്രങ്ങൾ വരയ്ക്കുന്നത്, നമ്മുടെ റേഞ്ച് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ദിവസം ഞാനിങ്ങനെ പറഞ്ഞു, ഈ സാറുമായിട്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് ആ ഒരു സിംഹത്തിനെ വരച്ചത് ടീച്ചേഴ്സ് കാണുന്നത്. ശരി. പോയി അവരൊന്ന് ഇത്ര എത്തിയിട്ടാണോ നീ ഞങ്ങളോട് മിണ്ടാകുന്നത്. അത് കഴിഞ്ഞ് അവർ ആർട്ട്, ഞങ്ങളെ ക്ലാസ് സ്കൂളിലെ ആർട്ട് സാറിനെ വിളിച്ചോണ്ടത്. സാറ് ഇതെന്താഞ്ഞിട്ടാമേ, ഇത് ഞാൻ അറിഞ്ഞതേ ഇല്ലല്ലോ എന്നാ ചെയ്തത്. ഞാൻ ഇതുവരെ വിട്ടിട്ടില്ല. നമ്മളെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇടാന്നല്ലാണ്ട് പുറത്തേക്കൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ യെസ്, അപ്പൊ ഇനി ഇട്ട് കൊടുക്കാം. ചെയ്യാം. പിന്നെ ഒരു ഡൗട്ട് വന്നത് സ്റ്റിൽ ലൈഫ് ഡ്രോയിങ്, നാച്ചുറൽ സ്റ്റഡി ഡ്രോയിങ് ഒക്കെ ചെയ്യുമ്പോൾ അനുയോജ്യമായ ഷെയ്ഡിങ് മെത്തേഡ്സ്, അതിപ്പോ സാറ് പറഞ്ഞു തന്നെ. ഞാൻ പറഞ്ഞു അവിടെ ഞാൻ ടിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഓൾറെഡി എനിക്ക് ഈ ലാസ്റ്റ് അതായത് പൊങ്കാലയ്ക്ക് പോയ 25th ക്ലാസ്സിന് സാർ ക്ലിയർ ആയിട്ട് നല്ലൊരു ക്ലാസ് ആണ് അത്. അത് ഇനി വരച്ചു തുടങ്ങണം ആ പിക്ചർ. ഇന്നലെയൊക്കെ ഭയങ്കര ക്ഷീണായിട്ട്, പക്ഷെ ക്ലാസ് മുഴുവൻ ഞാൻ കണ്ടു കഴിഞ്ഞു. വളരെ നല്ലതാണ്. പിന്നെ ഒരു ലൈവ് പോർട്രേറ്റ് ഇപ്പൊ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഗ്രിഡ് ഇടാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുമല്ലോ സാർ. ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്സ് തന്നെ അതിനെ കംപ്ലീറ്റ് അതിനെ മാറ്റി തന്നെ ഇരിക്കുക, ക്യാരക്ടറിനെ മാറ്റി തന്നെ വരുത്തും. അതൊക്കെ എങ്ങനെ നമ്മൾ മാറ്റിയെടുക്കാം? ഒരു പിക്ചർ നോക്കി നമ്മൾ വരച്ച് അവിടെ എന്താ, അവിടെ ഒരു സ്കില്ല് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോ ഈ ഒരു മൊബൈൽ നോക്കി വരയ്ക്കുമ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് ഇതിന്റെ മെഷർമെന്റ് അറിയാൻ പറ്റണം. മനസ്സിലാവുന്നുണ്ടോ? മെഷർമെന്റ് അറിയാൻ പറ്റണം എന്നല്ല ഉദ്ദേശം. ഇതിപ്പോൾ നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിൽ വരയ്ക്കാം. ഇപ്പം ഞാൻ ലാർജ് സൈസിലാണ് വരയ്ക്കുന്നതെങ്കിൽ ഇതിന്റെ നീളത്തിനോട് അനുപാതികമായിട്ട് ഇതിന്റെ വീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പം അതിന് ഒബ്സർവേഷൻ സ്കിൽ എന്ന് പറയുന്നത്, മെഷർമെന്റ് എടുക്കാനുള്ള ഒബ്സർവേഷൻ സ്കില്ല്. ഒരു ലെവലും കൂടി ഞാൻ കടന്നൊരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഈ മൊബൈലിൽ തന്നെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു കോർണറിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ശരിക്കും നമുക്ക് ഈ ലെങ്ത് മാത്രം അറിഞ്ഞാൽ പോരാ, ഈ ആംഗിളും കൂടി എത്രയാണെന്ന് അറിയണം. മനസ്സിലാവുണ്ടോ? നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് കോംപ്ലക്സ് ഷേപ്പുകളും ആംഗിളും ലെങ്ത്തും പ്രപ്പോർഷനും ഒക്കെ കൂടി ചേർന്നാണ് എല്ലാ ഔട്ട്ലൈനും ഇട്ട് വരയ്ക്കുന്ന എല്ലാ ചിത്രങ്ങളും. പോർട്രേറ്റ് ആണെങ്കിലും ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും സ്റ്റിൽ ലൈഫ് ആണെങ്കിലും. ഇതിൽ പോർട്രേറ്റിൻ്റെയും ഒക്കെ ഈ പോർട്രേറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ്, പോർട്രേറ്റ് നോൺ ഫോർഗിങ് സബ്ജക്റ്റാണ്. അതായത് ഇപ്പൊ ഒരു കുപ്പി വരച്ചിട്ട് കുപ്പിയുടെ കഴുത്തിൽ നീളം കൂടി പോയാലും കുപ്പി തന്നെയാണ്. പക്ഷെ ഒരാളുടെ മനുഷ്യന്റെ ഒരു ചിത്രം വരയ്ക്കും, മൂക്ക് ലെഫ്റ്റിലോട്ട് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് ചിത്രം അല്ല എന്ന് പറയും. അതാണ് ഇതിന്റെ പ്രശ്നം. ഇത് നോൺ ഫോർഗീവ്, അത് നമുക്ക് മിസ്റ്റേക്ക് ഫോർഗീവ് ചെയ്യുന്നില്ല നോർമലി റിയലിസ്റ്റിക് വരയ്ക്കുമ്പോൾ പോർട്രേറ്റില്ലേ. അപ്പോൾ അവിടെ മെഷർമെന്റ് കറക്ഷൻ പറഞ്ഞിട്ട് സാധനമുണ്ട്. നമ്മൾ എടുക്കുന്ന മെഷർമെന്റ് കറക്റ്റ് ആയിരിക്കണം. എന്തൊക്കെ മെഷർമെന്റ്? നീളം, വീതി, ഉയരം, പിന്നെ അതിന്റെ ആംഗിൾസ് കറക്റ്റ് ചെയ്യണം. ഇതിന് ശരിക്കും പ്രാക്ടീസ് മെത്തേഡ് ഉണ്ട്. എങ്ങനെ മെഷർമെന്റ് കറക്റ്റ് ചെയ്യണം എന്നുള്ള പ്രാക്ടീസ് മെത്തേഡ് ഉണ്ട്. അത് നമ്മുടെ അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ് ഉണ്ടല്ലോ, A to Z പെൻസിൽ ഡ്രോയിങ് കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ അതായിരിക്കും അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കുക. അതിൻ്റെ അകത്ത് മെഷർമെന്റ് കറക്ഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ചാപ്റ്റർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു പ്രാക്ടീസ് മെത്തേഡാണ്. അത് ഒരുപാട് ലൈൻസും സ്കെയിലൊക്കെ വെച്ച് അളന്നോക്കി ഡോട്ടൊക്കെ ഇട്ട് അതൊക്കെ അളന്നോക്കി ആംഗിളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രാക്ടീസ് മെത്തേഡാണ്. അത് കുറേ ചെയ്യുമ്പോൾ നമുക്കൊരു ചിത്രം തന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും മെഷർമെന്റ്. അവിടെ നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പൊ കുഞ്ഞു കുഞ്ഞു ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ വെറുതെ കണ്ടുകൊണ്ട് കമ്പയർ ചെയ്യുക. ഇയാളുടെ മൂക്കിന്റെ നീളം എത്രയാ, മൂക്കിന്റെ നീളം എത്രയാണെങ്കിൽ ചുണ്ട് നോക്കുന്ന സമയത്ത് മൂക്കിന്റെ നീളത്തിന് പകുതി ആയിരിക്കും ചുണ്ടിന്റെ ഇടയിലുള്ള ഗ്യാപ്പ്. പകുതി ആണെങ്കിൽ പകുതി, അല്ലെങ്കിൽ മുക്കാൽ ഭാഗം അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓരോ നീളത്തിനോടും അടുത്തടുത്ത് നീളം കമ്പയർ ചെയ്തിട്ട് ചിന്തിച്ച് നോക്കുക. ആ ചാപ്റ്റർ എത്തുമ്പോഴേക്കും പക്ക ക്ലാരിറ്റി കിട്ടും. അത് മെയിനായിട്ട് എനിക്ക് എപ്പോഴും ഡൗട്ട് വെച്ചാൽ ഞാനൊരു കാരിക്കേച്ചർ വരച്ചല്ലോ സാറിന്റെ കല്യാണത്തിന്റെ സമയത്ത്. സാറിനെ കാണുന്നതിനെ കൊണ്ട് എനിക്ക് പിന്നെയും അത് ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ. വലിയ പ്രശ്നം
പറ്റില്ല. പക്ഷെ സാറിന്റെ വൈഫിനാ ഗോപികയുടെ വരയ്ക്കുമ്പോ എനിക്ക് ഡൗട്ട്, ഇത് ആ ഫേസ് തന്നെ ആവോ, ഇത് എങ്ങോട്ട് മാറാം. അപ്പോഴാണ് ഞാൻ ആ ഡൗട്ട് മനസ്സിലാക്കുന്നത്, ഇത് എങ്ങനെയായിരിക്കും സെയിം, ഇത് എങ്ങനെയൊക്കെ ഒപ്പിച്ചതാന്നാ വരാ. അതായത് ഉം. എനിക്ക് ഒരു തൃപ്തി വന്നിട്ടില്ല. അപ്പൊ ഈ ഉം. ഡൗട്ട് അന്നേരേ ഉള്ളതാണ്. ഇത് ചെറിയ മാറ്റം വന്നു പോയാൽ ചിലപ്പോ ഇപ്പൊ സാറാനെ കൊണ്ട് ധൈര്യത്തിൽ ഞാൻ വരച്ചു, കാരണം സാർ അത്ര ഫ്രീഡം തരുന്നതിനെ കൊണ്ട്. പക്ഷെ ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല. ഇത്തിരി നമ്മൾ ഫേസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത്, ഇതൊന്നും ഞാനേ അല്ല എന്താ ഇങ്ങനെ വരച്ചെന്ന് ചോദിക്കും. അതുകൊണ്ട് അതൊന്ന് നന്നേ ഞാൻ മനസ്സിൽ വെച്ച ഒരു ചോദ്യമാണിത്. അപ്പൊ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് തന്നെ ശരിയാവുമായിരിക്കും, അതല്ല പ്രാക്ടീസും ചെയ്യാം. ഈ പറയുന്ന ചാപ്റ്റർ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറെ മെത്തേഡ് ഉണ്ട്, അതും ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ വന്നിട്ടുള്ള ഒരു ഡൗട്ട്, ഇനിയിപ്പോ അത് സാറിന്റെ കമ്മീഷന്റെ ആ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ചിലരിപ്പോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു 3-4 ഫോട്ടോസ് തന്നിട്ട് പറയും ഒരു കപ്പിൾ ഡ്രോയിങ് അല്ലെങ്കിൽ ഒരു ഫാമിലി ഡ്രോയിങ് ആക്കി ചെയ്യാൻ പറഞ്ഞാല്. അപ്പൊ അന്നേരം അവർ തന്നില്ല, നമുക്ക് സാറ് പറഞ്ഞൊരു മെത്തേഡ് 10 ഫോട്ടോസ് വാങ്ങാന്നുള്ളത്. അതില്ല എങ്കിൽ അവർ തന്നാൽ നമ്മൾ അതെങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും? നമുക്കത് എഡിറ്റിംഗ് അറിയാമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നിന്നൊക്കെ ഫാമിലി ഫോട്ടോസ് മാച്ചിങ് ആയിട്ടുള്ള, ഇപ്പോൾ കേരള ഫാമിലി ആണെങ്കിൽ കേരള ഫാമിലി എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഫാമിലി ഫോട്ടോസ് കിട്ടും. എന്നിട്ട് തല വെട്ടി മാറ്റി എഡിറ്റ് ചെയ്തിട്ട് ആ റെഫറൻസ് പിക്ചർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മൾ എഡിറ്റിംഗ് അറിയില്ലെങ്കിൽ വേറൊരു ട്രഡീഷണൽ മെത്തേഡ് ഉണ്ട്, പ്രിന്റ് എടുക്കുക. പ്രിന്റ് എടുത്തിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിന്റ് എടുക്കുക. പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്യുന്നതെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിന്റ് എടുത്ത്, പക്ഷേ സൈസ് കറക്റ്റ് ആക്കണം പ്രിന്റ് എടുക്കുന്ന സമയത്ത്. എന്നിട്ട് പ്രിന്റിൽ ഒട്ടിക്കുക. ശരിക്കും പഴയ സിനിമ പോസ്റ്ററൊക്കെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പറയുന്നത്, എഡിറ്റിംഗ് ഇല്ലാത്ത കാലഘട്ടത്തിൽ ഡിഫറെന്റ് ആൾക്കാരെ വെട്ടി 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 ഒട്ടിക്കും, എന്നിട്ട് അത് ഫോട്ടോ എടുക്കും. അതാണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. അതും നമുക്ക് ചെയ്യാൻ പറ്റും. അത് പിന്നെ എത്തിയിട്ടില്ല ഞാൻ. പിന്നെ എന്താ വെച്ചാൽ സാറിന് ഇങ്ങനെ ഇനിയൊരു മീറ്റിംഗ് കിട്ടില്ലല്ലോ, അതിന്റെ മുന്നേ അത് കുറച്ച് കഴിയുമ്പല്ലോ. അപ്പൊ ഞാൻ വെച്ചാൽ ഇനി വരുന്ന ഫ്യൂച്ചറിലേക്കുള്ളതിനും കൂടി എഴുതി വെച്ചതാ കമ്മീഷൻ ക്ലാസ് കഴിഞ്ഞപ്പോ. ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ. പിന്നെ ഇതൊക്കെ തന്നെ മെയിൻ ആയിട്ടുള്ള, ബാക്കിയൊക്കെ സാറ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓരോരോ ക്ലാസ്സിൽ നിന്നും. പിന്നെ ഓരോ ക്ലാസ്സിന്റെ ഞാൻ പറഞ്ഞല്ലോ സാർ, രണ്ടാമത് പോയി കാണുന്നൊരു, അങ്ങനെ നോക്കുമ്പോ ഞാനിപ്പോ ഏകദേശം യുവർ ഫസ്റ്റ് ലെസൺ 100 ആയി. എന്നിട്ട് പിന്നെ നോക്കുന്നില്ല ആർട്ടിസ്റ്റ് വെൽനസ് ഞാനൊരു 3 പ്രാവശ്യങ്ങളും കണ്ടിട്ടുണ്ടാവും. കാരണം അതിൽ ഓരോ ചാപ്റ്ററും നമ്മളെ ലൈഫായിട്ട് അത്ര കണക്റ്റഡ് ആണ്. അപ്പൊ ഞാൻ രണ്ടാമത് പോയി നോക്കും, മൂന്നാമത് പിന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, വീണ്ടും പോയി വാങ്ങിച്ചത്. പിന്നെ ഞാൻ നോട്ട് ബുക്കിലെല്ലാം വൃത്തിയായിട്ട് എഴുതി വെക്കാൻ തുടങ്ങി. ആ നോട്ട് ബുക്സിലുള്ളതിനെ കൊണ്ട് മൂന്നാമത്തെ നോട്ട് ബുക്കായി ഇപ്പൊ അതൊക്കെ എഴുതാൻ തുടങ്ങിയത്. ശേഷം പിന്നെ സക്സസ്ഫുൾ സ്കെച്ച് ബുക്ക് സീക്രട്സും 100% കഴിഞ്ഞ ക്ലാസ്. അത് നല്ലതാണ്. അതിലൊന്ന് കുറച്ച് ലേസി ആക്കിയത് ഞാൻ ഡ്രോ വിത്ത് ഈസി ലൈൻ ഉണ്ടല്ലോ, അത് 10% ആയിട്ടുള്ളൂ. കാരണം വെച്ചാൽ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ ഇത് അങ്ങോട്ടേക്ക് എത്തുന്നില്ല. പക്ഷെ ഇപ്പൊ അത് തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. ഞാൻ ആ റാബിറ്റ് വരച്ച ശേഷം, കാരണം ലൈൻ എനിക്ക് ഇടയ്ക്ക് സ്പീഡിൽ വരക്കുമ്പോൾ ഇത്തിരി വളവൊക്കെ വന്നു പോകുന്നുണ്ട്. അപ്പൊ അതൊന്നും ഞാൻ വെച്ചതിൽ ശരിയാക്കി എടുക്കാന്ന് വെച്ചിട്ട് ആ റാബിറ്റിന്റെ താഴെ ആ ഒരു ഹൗസ് വരച്ചല്ലോ കാർട്ടൂൺ, അത് ഇപ്പൊ തുടങ്ങിയതാണ് വീണ്ടും. അത് ഞാനത് നെഗ്ലക്ട് ചെയ്ത് വെച്ചൊരു പാർട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് നെഗ്ലക്ട് ചെയ്യേണ്ട പാർട്ടല്ല, അത് വെരി ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായി. കാരണം ഈ വര ഒരു സാറ് പറഞ്ഞ പോലെ അത് ലാസ്റ്റ് ക്ലാസ്സിൽ സാറ് പറഞ്ഞതിനെ കൊണ്ടാണ് അത്ര ഒരു സീരിയസ്ലി ഞാൻ എടുത്തത്. അത് ഞാൻ ഒരു കാർട്ടൂൺ അല്ലേ എന്ന് വെച്ച് ഞാൻ വിട്ടയച്ചതായിരുന്നു. ഇപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഏത് ലെവലിൽ വരയ്ക്കുന്ന ഒരാളാണെങ്കിലും നമ്മൾ ബേസിക് ഷേപ്പുകൾ എപ്പോഴും പ്രാക്ടീസ്, അല്ലെങ്കിൽ ഇത് കയ്യിൽ നിന്ന് പോകും. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് അനുഭവിച്ചൊരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ഷെയ്ഡിങ് ഒക്കെ ചെയ്ത് വലിയ ലെവലെത്തി പെയിന്റിങ് ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ചിലപ്പോൾ ചില സർക്കിളൊക്കെ വരയ്ക്കുമ്പോഴായിരിക്കും അയ്യോ ഷേപ്പ് മാറിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ ബേസിക് ഷേപ്പ് പ്രാക്ടീസ് നമുക്ക് കൂടെ വേണം. അപ്പോൾ ബേസിക് ഷേപ്പ് പ്രാക്ടീസ് ഏറ്റവും നല്ലത് കാർട്ടൂൺ തന്നെയാണ്. കാർട്ടൂണിലെ ബേസിക് ഷേപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് അത് ഇൻക്ലൂഡ് ചെയ്തത്. പോലെ വരുന്നില്ല, വട്ടത്തിനൊക്കെ അതെ ഒരു അതെ. പിന്നെ നമ്മളാ യൂത്ത് ടൈമിൽ വരയ്ക്കുന്ന പോലെയല്ല, ഇപ്പൊ ഏജ് ആയല്ലോ. അപ്പൊ എന്തായാലും ഷിവറിംഗ് ഒക്കെ നല്ലോണുണ്ട്. പിന്നെ കണ്ണ് പിടിക്കുക, അതിൽ അത്ര ഒരു കോൺസെൻട്രേഷൻ ഒക്കെ കണ്ണിന്റെ കാഴ്ചയിലൊക്കെ ബാധിച്ചു കഴിഞ്ഞല്ലോ ഇപ്പൊ. ഇപ്പൊ എനിക്ക് മനസ്സിലായി അത് കംപ്ലീറ്റ് ആക്കണം എന്നുള്ളത്. പിന്നെ വേറെ എന്താണ്, ബാക്കിയെല്ലാം നല്ല നീറ്റിൽ പോകുന്നുണ്ട്. സാറിന്റെ ഡയറക്ഷൻ ഉള്ളതിനെ കൊണ്ട് ഇവിടെ. പിന്നെ അത് സിസ്റ്റമായി ഇപ്പൊ എനിക്ക് മെയിനായിട്ട് ഇപ്പൊ ചേരുന്ന കുട്ടികളോടും പറയാനുള്ളത്, അവരിനി പെട്ടെന്ന് കണ്ടിട്ട് ഏറ്റവും സെറ്റിലേക്ക് ആദ്യം പോകുന്നതിനെക്കാട്ടും ബെസ്റ്റ് ആദ്യത്തെ 2 എണ്ണം അവർ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അത് ചെയ്താൽ അവർ ഓട്ടോമാറ്റിക്കലി അവർക്കൊരു സ്പിരിറ്റ് കിട്ടുകയാണ് ശരിക്കും. അത് നല്ലൊരു എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ആ ക്ലാസ്. അത് എങ്ങനെ സാറ് പ്രിപ്പയർ ചെയ്തു, അത് ഏറ്റവും ബെസ്റ്റ് ഐഡിയ. സാധാരണ ഒരു ആർട്ട് സാറിന്റെ അടുത്ത് നമ്മൾ പോകുമ്പോൾ നമ്മളെ മനസ്സിലെന്താ, അവരൊരു ചിത്രം വെച്ച് തുടങ്ങുന്നതാണ് നമ്മളെ മനസ്സിലുണ്ടാവുക.
അത് എൻ്റെർലി മാറ്റി മറിച്ചിട്ടുള്ളൊരു മെത്തേഡാണ് ഇത്. അത് കുട്ടികൾക്ക് വളരെ നല്ലതുമാണ്. കാരണം അവർ ഇട്ടിട്ട് പോവില്ല, അവർക്ക് മനസ്സിലാകും എന്താണ്. ഇപ്പൊ ലേസിനെസ് ഉള്ളവർക്ക് ആ ലേസിനെസ് മാറ്റിയെടുക്കാം. പിന്നെ എവിടെയെങ്കിലും സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളവർക്ക് അത് മാറ്റിയെടുക്കാം. ഇനി മടിയുള്ളവർക്ക്, അത് എനിക്ക് എല്ലാം അറിയാന്നുള്ള ഭാവം ഉള്ള ആൾക്കാർക്കൊക്കെ, അതായത് നമ്മളെല്ലാം, ഞാനൊക്കെ അന്നേരം എന്താ വെച്ചത് വായിച്ച് കഴിഞ്ഞ പാടിന് ഞാൻ മനസ്സിലായി ഞാൻ സ്റ്റാർട്ടിങ് ആണ്, എനിക്കൊന്നും അറിയില്ല എന്നുള്ള ഒരു ചിന്തയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടങ്ങി വരുമ്പോ പിന്നെ അതിൽ നിന്ന് കിട്ടിയപ്പോ ആ ഒരു ഇൻസ്പിറേഷനിലാണ് ഇത്ര ചേഞ്ചസ് വന്നത്. അപ്പം വളരെ നല്ല. ഒരു 4 types of students എന്ന് പറഞ്ഞിട്ടൊരു ഒരു ക്ലാസ് ഉണ്ട്, അത് കണ്ടിരുന്നു. അത് ഞാൻ ഒരു വഴി വിടാണ്ട് ക്ലാസ്സിൽ പോയി പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു നിങ്ങൾ ഇതിൽ ആരാണെന്ന്. ഓരോരുത്തരും ആദ്യം നമ്മൾ കളവ് പറയാൻ പാടില്ല, സത്യമേ പറയാവൂ. അത് 8th സ്റ്റാൻഡേർഡിലാണ് പോയി ചോദിച്ചത്. കുറച്ച് മുതിർന്ന പിള്ളേരാ, അതല്ല നല്ല വിറ്റായിരുന്നു അവരെ. ഇപ്പൊ ഒരു ലീഡർ നിന്നത് എഴുതി എത്ര എത്ര കുട്ടികൾ ഏതൊക്കെ. അവസാനം വന്നപ്പോ ഒരു കുട്ടി മാത്രം ഉണ്ട് എന്ന് കളവ് പറയുന്നതിൽ വന്നത്. അപ്പൊ പിന്നെ അവൻ താത്തി 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 വീണ്ടും മറ്റേലേക്ക് ചാടി. ഞാൻ പറഞ്ഞു ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞില്ല സാറിന് ആ ക്ലാസ് 3-4 പ്രാവശ്യം കാണുന്നത് ഇതിനാണ്. അതായത് അത് ശരിക്കും കുട്ടികളിലും കൂടി നമുക്കിപ്പോ ഇപ്പൊ ആർട്ടെന്നല്ല, പഠിക്കുന്നതിലായിക്കോട്ടെ ഏത് വിഭാഗത്തിലേക്ക് അത് അപ്ലൈ ചെയ്യാം. എന്റെ മോൾക്ക് ശരിക്കും വരയ്ക്കാനുള്ള ഒരു കഴിവുണ്ട് നല്ലോണം. പക്ഷെ അവൾക്ക് ഇൻട്രസ്റ്റ് കുറവാണ്. അവളെയും കൊണ്ട് ഞാനൊരു ആർട്ട് സാറിന്റെ അടുത്ത് പോയിരുന്നു. ഇവിടെ നമ്മളെ കണ്ണൂർ അഴീക്കോടുള്ള പ്രമോദ് സാറിന് വെച്ചാൽ ഇവൾക്ക് കുറച്ചൊരു മീൻസ് നല്ല സ്കൂൾ ലെവലിലൊക്കെ ഓരോ കോമ്പറ്റീഷന് പോയിട്ടുണ്ട്. എന്റെ ഒരു ഞാൻ പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പ്രഷറൈസ് ചെയ്തിട്ട് പോകുന്നതാണ്. പോയാൽ പ്രൈസ് കിട്ടുകയും ചെയ്യും, പക്ഷെ അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെയാണ്. അപ്പൊ ആ സാറിന്റെ അടുത്ത് ഞാൻ കൊണ്ട്, ആ സാർ എന്ന് പറഞ്ഞാല് സാത്വികൻ എന്ന് പറഞ്ഞാല് വളരെ പരമസാത്വികൻ. ഒരു ഈ നെയ്ത്താണ് അവരെ തൊഴിൽ. അപ്പൊ സാറിന് പൈസയെ വാങ്ങൂല. അപ്പൊ ഞാൻ ആ സാറായിട്ട് അന്ന് ഒരു ദിവസം ഞാൻ ചോദിച്ചില്ലേ ആന്ത സാർ അങ്ങനെ പറയുന്നത്, പറഞ്ഞ് പൈസ വാങ്ങുന്നത് സാറ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ചിലര് ഡെഡിക്കേറ്റഡാ. എന്റെ മനസ്സിലുള്ള ഒരാൾ ആ പ്രമോദ് സാറാണ്. അപ്പൊ ഈ സാറ് പൈസ വാങ്ങുകയില്ല. പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അവർ പറയുന്ന സമയത്ത് ഏത് സമയത്ത് എത്തിയാലും സാറ് പഠിപ്പിക്കാൻ തയ്യാറാണ്. സാറിന്റെ അടുത്ത് ഈ മറ്റേ ട്രിവാൻഡ്രം ആർട്ട് കോളേജിലെ കുട്ടികൾ വരെ ഉണ്ട്, ഫൈൻ ആർട്സ് കോളേജിലെ കുട്ടികൾ വരെ വരുന്നുണ്ട്. മറ്റേ പിന്നെ ക്ലേ മോഡലിങ്ങിനും ഒക്കത്തിനും വരുന്നുണ്ട്. പെൻസില് സാർ ഒരു 10 പൈസ വാങ്ങില്ല. വളരെ ദരിദ്രമായ അവസ്ഥയിലാണ് സാറുള്ളത്. ഞാൻ പറഞ്ഞു സാറിനോട്, സാർ എന്തെങ്കിലും എന്തുകൊണ്ട് വാങ്ങുന്നില്ല? സാറിന് എനിക്ക് ഇതിൽ നിന്നൊരു ആനന്ദം മാത്രമാണ് കിട്ടുന്നത്, ഒറ്റ പൈസ വാങ്ങില്ല. പക്ഷെ എപ്പോഴും സാറിന്റെ കുട്ടികൾ കണ്ണൂർ ജില്ലയിലൊക്കെ എപ്പോ പോയാലും മത്സരത്തിൽ ഫസ്റ്റ്, സാറിന് ഒരു ബെനിഫിറ്റ് ഇല്ല. ഈ സാറിനെ ഞാൻ കൊണ്ടാക്കിയിട്ടും ഈ കുട്ടി ഒരു 2 മാസം കഴിഞ്ഞിട്ടുണ്ട്, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് എപ്പോ ഇൻട്രസ്റ്റ് വരും അന്ന്. ഇപ്പൊ ഞാൻ എപ്പം പറയാം നീ ഈ ക്ലാസ്സിൽ ചേർന്നാൽ നിനക്ക് ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റ് വരും. അവൾ എന്നെ ഇങ്ങനെ ഞാൻ വെറുതെ പറയാന്നാ വിചാരിക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്റെ പിക്ചറാണ് പറയാം, അമ്മ മോശമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ ബാക്കിൽ നടന്ന നേരത്തെ ഞാൻ അന്നേ ചേർന്നാ മതിയായിരുന്നു. അങ്ങനെയാണ് ഞാനിപ്പോ കമ്മീഷൻ വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അത്ര ഒരു നല്ലൊരു സാർ, നല്ലൊരു സാർ, എപ്പോഴും നല്ലൊരു കോണ്ടാക്ട് ഉള്ള ഒരു സാറാണ്. അപ്പൊ ഞാൻ ഇനി എങ്ങനെയെങ്കിലും സാറിനെ കാണുമ്പോ ശരിക്കും സച്ചിൻ സാറിന്റെ ഒരു വ്യൂ ആണ് നല്ല കറക്റ്റ്. മറ്റേ സാറ് ശരിക്കും ഇപ്പോഴും വളരെ ഒരു ദയനീയ അവസ്ഥ തന്നെയാണ്. എന്നാലും സാറ് എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു വ്യൂ പോയിന്റ് പറയാം കേട്ടോ, ഇതിപ്പോൾ ഇത്ര സംസാരിച്ചു തരണം. എൻ്റെ ഒരു വ്യൂ പോയിന്റ് ഇത് ഇത്തിരി ഡിഫറെൻ്റ്, കാരണം ഞാൻ ഇതിലോട്ട് തിരിച്ച് റീഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വരുമാന മാർഗത്തിൽ നിന്നും കുറേ അങ്ങോട്ട് വീണ്ടും ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ നോർമൽ ക്യാമറയല്ല, AI ക്യാമറയാണ്. ഇനി വരുന്ന ഫ്യൂച്ചർ വീക്കിലി മീറ്റിങ്ങുകളിൽ അത് നിങ്ങൾക്ക് അതറിയാൻ പറ്റും. കാരണം ഇതിപ്പോൾ എൻ്റെ ട്രാക്കിങ്ങിലാണ്. ഇത് ഇപ്പോൾ ഞാനിപ്പോൾ സ്റ്റേൺ ആക്കി വെച്ചിരിക്കുക. പക്ഷെ ഞാനിപ്പോൾ പാം ട്രാക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ കാണിച്ചു തരാം, ഉണ്ടോ? ഇതിപ്പോ എന്നെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്നെ ട്രാക്ക് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ എണീറ്റ് നടന്ന് ബോർഡിലൊക്കെ വെച്ച് വരയ്ക്കൊക്കെ ആണെങ്കിൽ അത് നമുക്ക് അതിന് പറഞ്ഞു കൊടുക്കാം ഞാൻ എവിടെയാണ് എന്നെന്താന്നൊക്കെ മനസ്സിലാക്കാം. ഒരു മിനിറ്റ്, ഇപ്പൊ കാണിച്ചുതരാം. കണ്ടോ? അപ്പൊ അങ്ങനെ ഞാൻ കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എന്നെ ട്രാക്ക് ചെയ്യും. കൂടാതെ ഇത് വൈറ്റ് ബോർഡ് ട്രാക്ക് ചെയ്യും. ഇനിയിപ്പോ ഞാൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് എടുക്കാനായിട്ട് ഡിസിഷൻ എടുത്തിരിക്കുന്ന ഇന്നലെ കൊച്ചിയിൽ പോയേക്കായിരുന്നു. അപ്പൊ ഒരു TV, എഴുതാൻ പറ്റുന്ന TV ഉണ്ട്. അതിന് ഏകദേശം ഇത്തിരി നല്ല സൈസ് വരുന്ന TV. അതിൽ പെൻ ഉപയോഗിച്ച് എഴുതാൻ പറ്റും. അതിന് ഏകദേശം 2 ലക്ഷത്തിന്റെ അടുത്ത് എമൗണ്ട് വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പല ആർട്ടിസ്റ്റുകൾക്കും ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് പാർട്ടിനെ കുറിച്ച് ക്ലാരിറ്റി ഇല്ല. ശരിക്കും ആർട്ട് എന്ന് പറയുന്നത് തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. പെൻസില്, എന്തൊക്കെ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാത്തിനും നല്ല എമൗണ്ട് വരുന്നുണ്ട്.
അപ്പൊ ശരിക്കും ഇൻകത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സമയത്ത് നമ്മൾ ജീവിക്കാൻ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പൊ പാർട്ടിയിൽ നിന്ന് മാത്രം സന്തോഷം കിട്ടുന്നവർ ശരിക്കും ഒരു സൈഡിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പക്ഷെ പറയുന്നുണ്ടാവില്ല. അത് വലിയൊരു വിഷമമാണ് എനിക്ക് ഇപ്പോഴും. അവരതിന്റെ ബിസിനസ് സൈഡ് മനസ്സിലാക്കുന്നില്ലല്ലോ. കാരണം അത്രയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പഠിക്കാനാണെങ്കിലും ഞാനൊരു ആർട്ട് ക്ലാസ്സിൽ 5 ലക്ഷം, ഞാൻ ഒരു വീക്ക്ലി മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം 5 ലക്ഷത്തിന് അടുത്താണ് അവർക്ക് ഫീസ് കൊടുത്ത് ഞാൻ പഠിക്കുന്നത്. മനസ്സിലാവുന്നതാണ്. അപ്പൊ അതാണ് ഈ പരിപാടി. ഒരിക്കലും നമ്മൾ ഭയങ്കര റേറ്റ് കുറച്ച് ഭയങ്കര വില കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ മാക്സിമം ചെയ്യാതിരിക്കുക. അപ്പൊ ഫീസ് വാങ്ങുന്നതിന്റെ ബെനിഫിറ്റ് എന്താ? ഫീസ് വാങ്ങിച്ചാൽ നമുക്ക് തിരിച്ച് സ്റ്റുഡൻസിലോട്ട് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാം. ഒരുപാട് ബെനിഫിറ്റ് അല്ലേ? ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ മനസ്സിലായി, വീക്കിലി മീറ്റിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കുന്നത് ഈ പൈസ ഒക്കെ ഞാൻ റീഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ബുക്കുകൾ വാങ്ങിച്ചിട്ടും കുറെ ക്ലാസ്സുകൾ എടുത്തിട്ടും ഞാൻ പഠിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എളുപ്പത്തിൽ നടക്കും പരിപാടികൾ. യെസ്. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്ത കാരണം ഒരുപാട് സന്തോഷം. സാറിനോട് ചോദിച്ചോട്ടെ, സാറ് ശരിക്കും ആർട്ട് അല്ലാണ്ട് എന്തായാലും സബ്ജക്ട് എടുത്തിരുന്നത് സാറ്? ഞാൻ ബിടെക് ആണ് പഠിച്ചത്. എൻ്റെ ചെറുപ്പത്തിലെ പ്രദൂൽ എന്ന് പറഞ്ഞിട്ട് ഒരു സാറാണ് ചെറുപ്പത്തിൽ 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ആർട്ട് പഠിപ്പിച്ചത്. അതിനുശേഷം ഞാൻ ഫോളോ ചെയ്തത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ, കേരളത്തിലല്ല, കേരളത്തിൻ്റെ ഇന്ത്യക്ക് പുറത്തുള്ള ഇംഗ്ലീഷുകാരായിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ലൈഫ് സ്റ്റൈലും അവർ പഠിക്കുന്ന രീതിയും അവരുടെ കോഴ്സുകളൊക്കെയാണ് ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ അവർ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അവർ പക്ക എല്ലാം ചെയ്ത് മണി മാനേജ്മെന്റ്, ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് എല്ലാം ചെയ്തിട്ടാണ് അവർ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പെട്ടെന്ന് ഒരുപാട് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ആ സമയത്ത് 2014 കാലഘട്ടമായിട്ട് പറയാം, 13-14, അപ്പോഴൊക്കെ യൂട്യൂബ് നമ്മളിലേക്ക് എത്തുന്നേ ഉള്ളൂ. ആ സമയം മുതൽ ഇംഗ്ലീഷിൽ ആർട്ടിസ്റ്റുകൾ വീഡിയോ ഇട്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ കാണിക്കും. അപ്പൊ നമ്മളൊക്കെ കണ്ട് പരിചയിച്ച് ഈ പറഞ്ഞ പോലെ ദരിദ്രരായിട്ടുള്ള ആർട്ടിസ്റ്റുകളെയാ താടിയൊക്കെ നീട്ടി വളർത്തി. പക്ഷേ ആ വീഡിയോസിലൊക്കെ ഇംഗ്ലീഷുകാർ ഭയങ്കര ജിമ്മിലൊക്കെ പോയിട്ട് ഭയങ്കര സ്ട്രക്ചർ, നല്ല ഫുഡ് കഴിക്കുന്ന, നല്ല രീതിയിൽ പൈസ, നല്ല ക്യാഷ് വരുമാനമുള്ള ആൾക്കാർ, അതൊക്കെ എനിക്ക് ഭയങ്കര ഫാസിനേറ്റഡ് ആയി. ഇവരെങ്ങനെയാണ് ചെയ്യുന്നത്? അങ്ങനെയാണ് ഓരോന്ന് പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ പഠിച്ചു തുടങ്ങിയ സമയത്ത് ഈ ടൈം മാനേജ്മെന്റിന്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കേണ്ടി വന്നു. ബിസിനസ് മാനേജ്മെന്റ് പഠിക്കേണ്ടി വന്നു. കുറേ സൈഡ്, ടെക്നിക്കൽ കുറേ സൈഡ് ഉണ്ട്. എൻ്റെ പരസ്യം കണ്ടിട്ട് വന്നല്ലേ പറഞ്ഞേ, പരസ്യം എല്ലാം ഞാൻ ചെയ്യുന്നതാ, പരസ്യം ചെയ്യാൻ ഞാൻ പഠിച്ചതാ. ാണ് ഞാൻ വന്നത്. പിന്നെ അതെ അതെ. ബിടെക്കിന് സബ്ജക്ട് എടുത്തിരുന്നത്? ബിടെക്കിന് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 6 കൊല്ലം IT കമ്പനിയിൽ വർക്ക് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഓഫ്ലൈൻ ആയിട്ട് ആർട്ട് സ്കൂളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കമ്പനി വിടാൻ വേണ്ടിയിട്ട് സാർ പെട്ടെന്നൊരു തീരുമാനം എടുത്തതാണോ, അല്ലെങ്കിൽ സാറിന് ആർട്ടിനോടുള്ള? ഇല്ല ഇല്ല, IT കമ്പനി ഞാൻ ഇപ്പോഴും ഇട്ടിട്ടില്ല. അവിടെ ആക്ച്വലി അവിടുത്തെ സ്റ്റാഫ് ഞാൻ ഒഫീഷ്യലി റെസിഗ്നേഷൻ ഞാൻ ഇട്ടിട്ടില്ല. കൊറോണ ടൈമിൽ അവിടെ വർക്ക് കുറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സച്ചിൻ കുറച്ചാൾ ലീവ് എടുക്കുക. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ലീവ് തന്നെ എടുക്കാം, കാരണം എനിക്ക് ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് നല്ല സ്റ്റുഡൻസ് ഉണ്ട്, ഓൺലൈനും ഓഫ്ലൈനും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ലീവ് എടുക്കും, നോക്കാം, ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞു. സാറൊരു ടെക്സാവിയാനെ കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എന്താ, ഈ ആർട്ടിസ്റ്റുകൾക്ക് ടെക്സാവി ആയാലുള്ള ഗുണമാണ് സാർ ഇപ്പൊ ശരിക്കും അതെ 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 അതെ, ടെക്നോളജി നമുക്ക് അറിഞ്ഞിരിക്കണം. ഭയങ്കരമായിട്ട് സാറ് യൂസ് ചെയ്യുന്ന കണ്ടനെ കൊണ്ടാണ് ഞാൻ ചോദിച്ചത്, വേറെ ഒന്നല്ല. യെസ് യെസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫാമിലി പോർട്രേറ്റ് വരയ്ക്കേണ്ട സമയത്ത് ഡിഫറെൻ്റ് ആൾക്കാർ ഹെഡ് കിട്ടുമ്പോൾ ഞാൻ തിരിച്ച് ഒരു മറുപടി പറഞ്ഞ ശ്രദ്ധ, അത് ഫോട്ടോഷോപ്പിൽ ചെയ്യാം അല്ലെങ്കിൽ ഡിസൈനിങ് ചെയ്യാം, ടെക്നിക്കൽ സ്കില്ലാണ്. അപ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് ടെക്നിക്കൽ സ്കിൽ ഉള്ളത് അഡ്വാൻറ്റേജാണ്. സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളൊരു എക്സിബിഷൻ ചെയ്യുന്ന സമയത്ത് പുറത്ത് ബാനർ കെട്ടണം, ഡിസൈനിങ് സ്കില്ല് വേണം നമുക്ക്, അല്ലേ? അല്ലെങ്കിൽ ഒരു ആർട്ട് സ്കൂൾ നടത്തണമെങ്കിൽ ആർട്ട് സ്കൂളിൻ്റെ നോട്ടീസ് നമുക്ക് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല നോട്ടീസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ടെക്നിക്കൽ സ്കിൽ ഉണ്ടായാൽ മതി, സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള സ്കിൽ ഉണ്ടായാൽ മതി. അത് ഉണ്ടാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. സാറ് ആ സുജി മുരളിനോട് മറ്റേ എന്താണ് കമ്മീഷൻ വർക്കിന്റെ പറഞ്ഞപ്പോ പെട്ടെന്ന് പറഞ്ഞില്ലേ എങ്ങനെയാ ബില്ല് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്, വേഗം അടുത്ത. അപ്പൊ ഞാൻ മനസ്സിലാക്കി. അപ്പൊ എനിക്ക് തോന്നി സാർ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും എടുത്തത്. എന്റെ മനസ്സിലിരിക്കുന്ന അതാണ് ഞാൻ ചോദിച്ചത്, സാർ എന്താ എടുത്തത്? കാരണം അത് നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട് എന്താ ഇതിന്. വളരെ നല്ലതന്നെ സാർ. വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? വേറെ എന്താണ് സാർ, ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ഡൗട്ടുകളൊക്കെ ആയി. ഇനി ഉണ്ടാവുമ്പോ ഞാൻ എന്തായാലും പിന്നെ എന്താണ് മറ്റേ വാട്സപ്പിൽ എഴുതരുതെന്ന് പറഞ്ഞാൽ എന്നോട് എഴുതിപ്പോന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇഷ്യൂ ഒന്നുമില്ല. ഇനിയിപ്പോ അടുത്തടുത്ത റിവാർഡ്സും ഉണ്ട്. അടുത്തടുത്ത റിവാർഡ്സിൽ നമുക്ക് വണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഇനി അടുത്ത റിവാർഡ് വരുമ്പോഴേക്കും ഒരുപാട് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരും. ചിലപ്പോൾ ഇതൊക്കെ എക്സിബിഷന് വേണ്ടി പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓൾറെഡി ആർട്ട് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ മൈൻഡപ്പ് ചെയ്തേക്കട്ടെ. ശരി സാർ, വളരെ നന്ദി. ആദ്യം തന്നെ വളരെ ഹാർട്ടിന്റെ ഉള്ളിൽ നിന്നാണ് വിളിച്ചത്, ഹാർട്ട് ടച്ച് ആയിട്ടാണ് സാറിനോട് പറയുന്നത്. വളരെ വളരെ നന്ദി. ഇത്രയും നല്ലൊരു സാറിനെ ഞങ്ങൾ കിട്ടിയത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാറിനെ എഴുതിയപ്പോൾ പറഞ്ഞു ഞാനൊരു കൃഷ്ണ ഭക്തിയാണെന്ന്.
ഓൾ ഓഫ് എ സഡൻ ഞാനൊരു തീരുമാനം എടുത്തപ്പോ അത് നല്ലൊരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നു ദൈവമാണ് സാറിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. എപ്പോ ഞാൻ കാരണം അങ്ങനെ നമ്മൾ കണ്ണും പൂട്ടി ഒരാളെ പെട്ടെന്ന് ചേരുക ചെയ്യുന്നത് പൊതുവേ തോന്നുന്നു. പക്ഷെ എന്തോ എനിക്ക് ആ തീരുമാനങ്ങൾ എപ്പോഴും ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ കറക്റ്റ് ആണ് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സാറ്. വളരെ നന്ദി സാറ്. ഇനിയും ഞങ്ങള് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് ഉയർന്നു വരുന്നുള്ളത് ഉറപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 100% ഷുവറാണ്. ഒരുപാട് സന്തോഷം. എനിക്ക് തിരിച്ചങ്ങോട്ടും ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചറുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്കും ഒരുപാട് ഇൻപുട്ട് കിട്ടും. എനിക്കും ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം ആൻഡ് ഓൾ ദ ബെസ്റ്റ്. വീണ്ടും കാണാം. വീണ്ടും കാണാം. അന്വേഷണം പറയണം സാർ. യെസ്, തീർച്ചയായിട്ടും.